കേട്ടിട്ടുണ്ടാവും അല്ലേ? സോ വി വിൽ ബി ഡൂയിങ് ഡൂയിങ് ദിസ് കൈൻഡ് ഓഫ് വർക്ക്ഷോപ്സ്. ഓക്കെ, ഇതുപോലുള്ള വർക്ക്ഷോപ്സ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ ടോപ്പിക്സ് ഒക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. സോ ടുഡേ വി വിൽ ബി ഡീലിംഗ് വിത്ത് ദി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് നമ്പർ സിസ്റ്റം. അപ്പോൾ നമ്പർ സിസ്റ്റത്തിന്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഇഫ് യു ലുക്ക് ഓൺ ടു ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ശരിക്കും പറഞ്ഞ ഒരു 2019 തൊട്ട് 2019 എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി എടുത്ത ഇയർ മാത്രമാണ്. അതിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ എ നമ്പർ ഓഫ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു നമ്പർ സിസ്റ്റം. പക്ഷെ 2019 തൊട്ട് 2025 വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാനേ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന്റെ ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ദോ ഇറ്റ് സീംസ് അത് പറയുന്ന സമയത്ത്, അതായത് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഫീൽസ് ഫെമിലിയർ, റൈറ്റ്? അത് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ്. ബിക്കോസ് നമ്പർ സിസ്റ്റം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് വി നോ ദാറ്റ് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, നോ ഈ പറയുന്ന നോൺ പ്രൈം നമ്പേഴ്സ് അല്ലെ, പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, അതുപോലെ തന്നെ ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, ഇതെല്ലാം നമുക്കറിയാം. ബട്ട് UPSC ചോദിക്കുന്ന കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്, റൈറ്റ്? സോ ആ ട്രിക്കി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ടോപ്പിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിന്റെ ബേസിക് കൺസെപ്റ്റ്സിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു വർക്ക്ഷോപ്പ് സെഷൻ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്ക് ഡീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി വിൽ ബി ലുക്കിംഗ് ഓൺ ടു ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ടോപ്പിക്സ്. ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഒരു ടോപ്പിക്ക് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് റിമൈൻഡേഴ്സ് ഉണ്ട്, എക്സ്പോണൻസ് ഉണ്ട്. സോ ലൈക്ക് വൈസ് ദർ ആർ മെനി സ്മോൾ ടോപ്പിക്സ് ഇൻ നമ്പർ സിസ്റ്റം, റൈറ്റ്? അപ്പോൾ അത് ഓരോ ടോപ്പിക്കും നമ്മൾ ഈ പറയുന്നത് പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ തിയററ്റിക്കൽ സൈഡ് എന്തെങ്കിലും പറയണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞു പോകും. അതുപോലെ തന്നെ നിങ്ങളും ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ലെക്ചർ കാണുന്ന രീതിയിൽ ഇരിക്കരുത്. പ്ലീസ് കീപ് എ പെൻ ആൻഡ് പേപ്പർ വിത്ത് യു. അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലേ, അതായത് CSAT നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് തീർച്ചയായിട്ടും മാറ്റി വെക്കുക. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് റെക്കോർഡിക്കലായിട്ട് തന്നെ ഇരിക്കുക. കാരണം എന്തെങ്കിലും ഒരു ഡൗട്ട്സ് വരുന്ന സമയത്ത് നമുക്കത് റെഫർ ചെയ്ത് നോക്കാൻ കഴിയണം. ഓക്കെ, അപ്പോൾ ഒരു ബുക്കും ഒരു പേനയും കയ്യിലുണ്ടായിരിക്കുക. ഒരു ലെക്ചർ കാണുന്നത് പോലെ ഇരുന്ന് കാണരുത്. ബിക്കോസ് യു നീഡ് ടു സോൾവ് ദി ക്വസ്റ്റ്യൻസ്. നിങ്ങളും ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്പർ സിസ്റ്റം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ സിസ്റ്റത്തിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റിമൈൻഡേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, റിമൈൻഡേഴ്സ്. അപ്പോൾ റിമൈൻഡേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ശരിക്കും അതിൽ തന്നെ ഒരുപാട് സബ് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഡിവിഷൻ ഫോർമുല എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. എന്താണ് റിമൈൻഡർ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിനെ ചൊല്ലി ഉള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യും. ആൻഡ് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ റിമൈൻഡേഴ്സ് അല്ലെ. റിമൈൻഡേഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞ് ക്ലാസ്സിലെ തൊട്ടേ നിങ്ങൾ പഠിക്കുന്നതാണ്. അതായത് ഈ പറയുന്ന പോലെ 4 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 1 ടൈംസ് ഇറ്റ് ഇസ് 3. റിമൈൻഡർ എന്ത് വന്നു? റിമൈൻഡർ ഇറ്റ് ബിക്കംസ് 1. അപ്പോൾ ഇവിടെ 1 ആണ് നമ്മൾ എന്ത് പറയുന്നത്? റിമൈൻഡർ എന്ന് പറയുന്നത്. ദിസ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ദി റിമൈൻഡർ. ഓക്കെ, അപ്പോൾ അതായത് അധികം വരുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഉദാഹരണത്തിന് വേണ്ട 8നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 2 ടൈംസ് 8നകത്ത് 3 എത്ര തവണ വരും നമ്മൾ നോക്കാം അല്ലെ. 3 2 ടൈംസ് ഇറ്റ് ഇസ് 6. സോ റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ ഇറ്റ് ഇസ് 2 ആണ് റിമൈൻഡർ. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് റിമൈൻഡർ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അധികം എത്ര വരുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതായത് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൈൻഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിൾ നമ്പറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 8/3. 8/3നെ 8നെ നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8നെ നമുക്ക് പല രീതിയിൽ എഴുതാൻ പറ്റും. അതായത് 4+4 എന്ന് എഴുതാം അല്ലെ. അതേപോലെ തന്നെ 5+3 എന്ന് എഴുതാം അല്ലെ. അതേപോലെ 6+2 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? 8നെ എഴുതാൻ പറ്റും. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഡിനോമിനേറ്റർ എന്താണോ അതിന്റെ മൾട്ടിപ്പിൾ പ്ലസ് സർട്ടൻ നമ്പർ എന്ന് എഴുതണം. ഓക്കെ, അതായത് ഡിനോമിനേറ്റർ എന്താണോ 8/3, ഡിനോമിനേറ്റർ 3 ആണ് അല്ലെ.
അപ്പൊ 3ന്റെ നിയർ ബൈ മൾട്ടിപ്പിൾ, വെറും മൾട്ടിപ്പിൾ അല്ല, 8ന്റെ അടുത്ത് വരുന്ന മൾട്ടിപ്പിൾ. 8ന്റെ അടുത്ത് വരുന്ന മൾട്ടിപ്പിൾ ഏതാ 3ൻ്റെത്? 6 അല്ലെ? 6+2 ഡിവൈഡഡ് ബൈ 3. നമുക്കറിയാം ഈ 6 എന്ന് പറയുന്നത് 3 ഡിവിസിബിൾ ആണ്. അപ്പൊ ബാക്കി എത്ര വരും? ബാക്കി 2 വരും. സോ ദാറ്റ് 2 ബിക്കംസ് ദി റിമൈൻഡർ. ആ 2 എന്ത് പറയുന്നത്? അതാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ഏത് നമ്പർ ആണെങ്കിലും നിങ്ങൾ അങ്ങനെ എഴുതുക. ഉദാഹരണത്തിന് 17 ഡിവൈഡഡ് ബൈ 3. 17ന്റെ അടുത്ത് വരുന്ന ഒരു നമ്പർ ഏതാണ്? 3ന്റെ മൾട്ടിപ്പിൾ 17ന്റെ അടുത്ത് വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 3 5 ടൈംസ് ഇറ്റ് ഇസ് 15 അല്ലെ? അതായത് 17ന്റെ അകത്ത് വരുന്ന 3, അതും നിയർ ബൈ വരുന്ന ഒരു മൾട്ടിപ്പിൾ 3ന്റെ എത്രയാണ്? 15. സോ 15+2/3 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2 ആണ് റിമൈൻഡർ വരുന്നത്. ഓക്കെ, ഏറ്റവും അടുത്ത മൾട്ടിപ്പിൾ എഴുതണം. എന്ത് ചെയ്യണം? ഏറ്റവും അടുത്ത മൾട്ടിപ്പിൾ എഴുതണം. ഓക്കെ, ഇനി ഈ പറയുന്ന പോലെ മറ്റൊരു നമ്പർ വേണ്ടേ? 19 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. അപ്പൊ 19ന്റെ അടുത്ത് വരുന്ന 3യുടെ മൾട്ടിപ്പിൾ ഏതാണ്? 19 അകത്ത് വരുന്നത്, അതായത് 3 5 ടൈംസ് ഇറ്റ് ഈസ് 15, 3 6 ടൈംസ് ഇറ്റ് ഈസ് 18, റൈറ്റ്? സോ 18+1/3. അപ്പോൾ ഇവിടെ 1 അല്ലേ അധികം വരുന്നത്? അതാണ് റിമൈൻഡർ എന്ന് പറയും അല്ലെ? ഇനി അതുപോലെ തന്നെ മറ്റൊരു നമ്പർ നമുക്ക് നോക്കാം. ഒരു ഉദാഹരണത്തിന് 23. 23/3 നല്ലൊരു എക്സാമ്പിൾ ആണ്. 23 എന്തുകൊണ്ടാണ് നല്ലതെന്നുള്ളത് നമുക്കിപ്പോ ഞാൻ പറഞ്ഞുതരാം. 23യുടെ അടുത്ത് വരുന്ന ഒരു മൾട്ടിപ്പിൾ ഏതാ വരുന്നത്? 21 ആണ് വരുന്നത് അല്ലെ? 21. സോ 21+2/3. സോ റിമൈൻഡർ 2 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് മറ്റൊരു സംശയം തോന്നും. ശരിയാ, അകത്ത് വരുന്ന നമ്പർ നമുക്ക് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞ് എഴുതാം. പക്ഷെ പുറത്ത് വരുന്ന ഒരു നമ്പർ എഴുതിയാലോ? ഉദാഹരണത്തിന് 23നെ നമുക്ക് 24-1/3 എന്ന് എഴുതിക്കൂടെ? ഈ 24 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? 24 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ 24 - 1/3 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതുമ്പോൾ ഒറ്റ സ്റ്റെപ്പും കൂടെ നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ -1 അല്ലായോ? അല്ലെ? 24 - 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് നമ്പർ വരികയാണെങ്കിൽ ആ നെഗറ്റീവ് നമ്പർ ഡിനോമിനേറ്ററിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? അതാണ് റിമൈൻഡർ. അതായത് -1 + 3 എന്ത് വരും? +2 അല്ലെങ്കിൽ 2 വരും. ദാറ്റ് 2 ബിക്കംസ് റിമൈൻഡർ. ഓക്കെ, ഇത് വലിയ വലിയ നമ്പറുകളിലേക്ക് പോകുന്ന സമയത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് 48/7 48/7 റിമൈൻഡർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7ന്റെ അടുത്ത് വരുന്ന 48ന്റെ മൾട്ടിപ്പിൾ ഏതാ വരുന്നത്? 7 5 ടൈംസ് ഇറ്റ് ഇസ് 35, 7 6 ടൈംസ് ഇറ്റ് ഇസ് 42, 7 7 ടൈംസ് ഇറ്റ് ഇസ് 49. അപ്പൊ 48ന്റെ അടുത്ത് വരുന്ന മൾട്ടിപ്പിൾ 49 ആണ്. 42 എന്ന് പറഞ്ഞത് 48നേക്കാളും ബഹുദൂരം മുന്നിലാണ് അല്ലെ? അപ്പോൾ നമുക്ക് 48നെ 49 - 1/7 എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? -1 എന്ന് പറയുന്നത് ഒരിക്കലും റിമൈൻഡർ ആകൂല. നമ്മൾ എന്ത് ചെയ്യണം? ആ -1ന്റെ കൂടെ ഡിനോമിനേറ്റർ വാല്യൂ ആയ 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. സോ ദ 6 ബിക്കംസ് ദി റിമൈൻഡർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വെറുതെ റാൻഡം ആയിട്ട് നമ്പേഴ്സ് ഇട്ട് നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ UPSC ഒരിക്കലും ഇങ്ങനെ ചോദിക്കില്ല. നമ്മൾ ആ പടിപടിയായിട്ട് ആ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. ഓക്കെ, ഇനി ഇതേണ്ട നോക്കിക്കേ. മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ x/y ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ? x/y ചെയ്യുമ്പോൾ ഈ x എന്ന് പറയുന്നയാള് y-യേക്കാളും ഒരുപാട് ചെറുതാണെങ്കിൽ, അല്ലെങ്കിൽ y-യേക്കാളും ചെറുതാണെങ്കിൽ, ഒരുപാട് ചെറുതല്ല, y-യേക്കാളും ചെറുതാണെങ്കിൽ തീർച്ചയായിട്ടും x ബിക്കംസ് ദി റിമൈൻഡർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേണ്ട 2/3. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ്? നമുക്ക് കണ്ണു അടച്ചെഴുതാം 2 ആണ്. 5നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ്? അഗെയിൻ കണ്ണു അടച്ചെഴുതാം 5 ആണ്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ മനസ്സിലാക്കുക. സോ x/y, എക്സിനെ y കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് x is much less than compared to y, then x becomes the remainder. വളരെ വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി
ഇതിന്റെ കൂടെ എക്സ്പോണൻസും കൂടെ വരികയാണെങ്കിലോ, പവറും കൂടെ വരികയാണ്. ഉദാഹരണത്തിന് 2 സ്ക്വയർ ബൈ 5. 2 സ്ക്വയർ ബൈ 5. നോക്കിക്കേ, 2 സ്ക്വയർ ബൈ 5. 2 സ്ക്വയർ നമുക്കറിയാം എന്താ, 4/5 അല്ലെ. 4/5 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എന്ത് വരും, 4 അല്ലെ. 2 ക്യൂബ് ബൈ 5. 2 ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8. അപ്പൊ 8നെ നമുക്ക് 5ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാണ്, 8ന്റെ അടുത്ത് വരുന്ന 5ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 10 ആണ് അല്ലെ. അതായത് 10 മൈനസ് 2/5 എന്ന് എഴുതാം. സോ -2 പ്ലസ് 5. സോ റിമൈൻഡർ എന്ത് വരും, 3 വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 പ്ലസ് 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എന്തായാലും റിമൈൻഡർ ഈ പറയുന്ന പോലെ 3 ആണ്. ഓക്കെ, അതുപോലെ തന്നെ 2⁴/5. 2⁴ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 16/5. 16ന്റെ അടുത്ത് വരുന്ന 5ന്റെ മൾട്ടിപ്പിൾ ഏതാ, 15 അല്ലെ. 15 പ്ലസ് 1/5. അപ്പോൾ തീർച്ചയായിട്ടും റിമൈൻഡർ 1 ആ വരുന്നത്. ഇങ്ങനെ പവർ ഇങ്ങനെ കൂടി 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 ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്, 2⁻99നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ്? ഇതാണ് UPSC ക്വസ്റ്റ്യൻ. റിമൈൻഡേഴ്സിന്റെ നമ്മൾ ആദ്യത്തെ UPSC ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാം. 2⁻99. ഇത് UPSC പ്രീവിയസ് ഇയർ ചോദ്യമല്ല, ഇതുപോലുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ തന്നെ പ്രീവിയസ് ഇയർ ചോദ്യം ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ തന്നെ PYQ ചെയ്യും. അപ്പൊ ഇവിടെ നോക്കിക്കേ, 2⁻99നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്നതാന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും അല്ലെ. ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ അയ്യോ ഇത് എന്ത് ചെയ്യും, ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിന്റെ 2⁴ നമുക്ക് 16 ആണെന്നറിയാം. അതുപോലെ 2⁻2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണെന്നറിയാം. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണെന്നറിയാം. പക്ഷെ 2⁻99 പരീക്ഷ സമയത്തിരുന്ന് ചെയ്തെത്താൻ ബുദ്ധിമുട്ടാണ്, അത് കണ്ടെത്താൻ വളരെ പാടാണ്. പക്ഷെ ഇത് ചെയ്യാൻ വളരെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗമുണ്ട്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് 2⁻99/5 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്നതാണുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ 2⁻1 നിങ്ങൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 2⁻99/5 നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഞാനൊരു സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഈ സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ റിമൈൻഡർ കണ്ടെത്താൻ പോകുന്നത്. ആദ്യം 2⁻1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ കിട്ടുന്നത്? റിമൈൻഡർ 2 തന്നെ അല്ലേ അല്ലേ. അതായത് ന്യൂമറേറ്റർ ചെറുതാണ് കമ്പയർഡ് ടു ഡിനോമിനേറ്റർ. സോ ന്യൂമറേറ്റർ വിൽ ബി ദി റിമൈൻഡർ. ഇനി 2 സ്ക്വയർ ബൈ 5 ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4/5 അല്ലെ. അഗെയിൻ റിമൈൻഡർ എന്ത് കിട്ടും? 4 കിട്ടും. 2 ക്യൂബ് ബൈ 5 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 8/5. ഈ കേസിലെ റിമൈൻഡർ 3 കിട്ടും അല്ലെ. അടുത്ത 2⁻4/5 which is 16/5. 16/5 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 1 കിട്ടും. ആൻഡ് അടുത്തത് 2⁻5/5 എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് 32/5. അഗെയിൻ റിമൈൻഡർ എന്ത് കിട്ടും? 30 + 2 അല്ലെ. 32നെ നമുക്ക് എങ്ങനെ എഴുതാം? 30 + 2 എന്ന് എഴുതി കൂടെ അല്ലെ. 30 + 2/5. സോ റിമൈൻഡർ 2 കിട്ടും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അതായത് 2ന്റെ നമ്മൾ ഓരോ പവറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത് എന്താണ്? 2 4 3 1 അഗെയിൻ 2 വരും. ഇനി നമുക്ക് മനസ്സിലാവും 2⁻6/5 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ 4 ആയിരിക്കും വരുന്നത്. 2⁻7/5 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ 3 ആയിരിക്കും. 2⁻8/5 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ 1 ആയിരിക്കും. അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം മനസ്സിലായി. 2⁻99/5 ചെയ്യുമ്പോൾ 1 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 1 ഈ 4ൽ ഏതെങ്കിലും ഒരാളായിരിക്കും ആൻസർ എന്നുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെ കണ്ടെത്തിയാൽ പോരോ അല്ലെ. നമുക്ക് എക്സാക്ട് ആയിട്ട് കണ്ടെത്തണം. UPSCയുടെ ഓപ്ഷൻ ഇങ്ങനെയായിരിക്കും: A2 B4 C3 D1. ഇങ്ങനെയായിരിക്കും UPSCയുടെ ഓപ്ഷൻ. അപ്പൊ നമ്മൾ എന്നാ ചെയ്യും അല്ലെ, നമ്മൾ എക്സാക്ട് ആയിട്ട് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ every 4 times the remainder is repeating, right? After every 4 values. അപ്പോൾ ഇതിനെ നമ്മൾ പറയും സൈക്ലിസിറ്റി വാല്യൂ 4 എന്ന് പറയും. അതായത് 2ന്റെ പവർ കോൺസിക്യൂട്ടീവ് ആയിട്ട് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ആൻഡ് ദാറ്റ് പാറ്റേൺ ഇസ് റിപ്പീറ്റിംഗ് ആഫ്റ്റർ every 4 reminders അല്ലെ. every 4 പവേഴ്സ് കഴിഞ്ഞിട്ടാണ് പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. ആദ്യം 1 തൊട്ട് 4 വരെ ഒരു പാറ്റേൺ, പിന്നെ 5 തൊട്ട് 6 5 6 7 8 8 വരെ അടുത്ത പാറ്റേൺ അല്ലെ. എന്നിട്ട് 9 തൊട്ട് 12 വരെ അടുത്ത പാറ്റേൺ. അങ്ങനെ എല്ലാ 4 പവേഴ്സിലും ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്കറിയാം സൈക്ലിസിറ്റി വാല്യൂ എന്താണ്? സൈക്ലിസിറ്റി വാല്യൂ 4 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം?
ഈ സൈക്ലിസിറ്റി വാല്യൂവിനെ തന്നിരിക്കുന്ന പവർ, നമ്മുടെ ചോദ്യത്തിലെ പവർ എന്താണ്? ചോദ്യത്തിലെ പവർ 99. ഈ തന്നിരിക്കുന്ന പവറിനെ നമ്മൾ ഈ സൈക്ലിസിറ്റി വാല്യൂ ആയ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ നോക്കണം. ഓക്കെ, നമുക്കറിയാം 4 2 ടൈംസ് ഇറ്റ് ഈസ് 8, റിമൈൻഡർ 1 4 ടൈംസ് ഇറ്റ് ഈസ് 16 അല്ലേ? റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ 3 വരും അല്ലേ? 4 ടൈംസ് ഇറ്റ് 16, റിമൈൻഡർ 3 വരും. 16 17 18 19, റിമൈൻഡർ 3 വരും. അപ്പോൾ ഈ കേസിൽ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? റിമൈൻഡർ 3 കിട്ടി. റിമൈൻഡർ 3 വന്നിട്ടുണ്ടെങ്കിൽ ഈ 3 പവർ വരുമ്പോൾ എന്താണ്? ഈ 3 പവർ വരുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നത്? 3 തന്നെയല്ലേ അല്ലെ? 3 പവർ വരുന്ന സമയത്ത് റിമൈൻഡർ എത്ര വരുന്നത്? 3 ആണ്. അപ്പോൾ 99 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ we got the remainder as 3. So when we are, and now we look on to our cyclicity value. നമ്മൾ cyclicity വാല്യൂയിലേക്ക് നോക്കുമ്പോൾ we identified that when power becomes 3, അതായത് പവർ 3 വരണം. പവർ 3 വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിമൈൻഡർ എന്താ വരുന്നത്? റിമൈൻഡർ 3 ആണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, വിച്ച് ഇസ് ഇക്വൽ ടു 3. വളരെ വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റി. വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് UPSCയുടെ റിമൈൻഡേഴ്സിന്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇത്. അപ്പോൾ വേണ്ട ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വേണ്ട, ഫൈൻഡ് ദി റിമൈൻഡർ when 2 raised to 192 is divided by 6. Find the remainder when 2 raised to 192 is divided by 6. 2 raised to 192നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 2022 ചോദിച്ച ചോദ്യമായി. ഇത് നിങ്ങൾ തന്നെ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഓപ്ഷൻസ് ഈ പറയുന്ന പോലെ 2, ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 5. എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ. ഐ വിൽ ഗിവ് യു 2 minutes. 2 മിനിറ്റ് സമയം തരാം, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിക്കേ. നമ്മൾ ഇനി അങ്ങോട്ട് പോകും തോറും ഈ ടൈമൊക്കെ ഒന്ന് കുറയ്ക്കും കേട്ടോ. 2 മിനിറ്റ് ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് കിട്ടും. സോ ട്രൈ ടു സോൾവ് ഇറ്റ് ആൻഡ് പോസ്റ്റ് യുവർ ആൻസർ. Four. Okay, Shalu, you said it as 4. Okay, ബാക്കിയുള്ള ആൻസേഴ്സും കൂടി വരട്ടെ. Good. Sri Lakshmi 1. Okay. What about others? Kirtini 1. Okay. Akshara, the 1. Okay. One. AK 1. Mm-hmm. Okay, it is 725. Okay, fine.
2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. കുറേ അധികം എനിക്ക് പോസ്റ്റ് ചെയ്ത ആൻസേഴ്സിൽ ഒരുപാട് ആൾക്കാർ ആൻസർ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഷാലു ഇറ്റ് ഇസ് 4 ആൻഡ് ദി പ്രൊഫൈൽ നെയിംഡ് AAK 7 ആണ് ആൻസർ പറഞ്ഞത്. അത് പഴയ ആൻസർ ആണ് അല്ലേ? സോറി AAK again said it as 1. So anyway, let us solve this question. ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യാം. എന്നിട്ട് 1 ആണോ 4 ആണോ? 2 ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്, 1 ഉം 4. Okay, majority answer is 1. So let's check whether എക്സാക്ട് ആൻസർ ഏതാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ദി ക്വസ്റ്റ്യൻ ഇസ് 2 raised to 192നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ ആര്യ ഗായത്രി 4. ഓക്കെ, 2 raised to 192നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഫൈൻഡ് ദി സൈക്ലിസിറ്റി അല്ലെ? വേണ്ടേ, ഇവിടെ കണ്ടെത്തിയ പോലെ സൈക്ലിസിറ്റി കണ്ടെത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 2ന്റെ ഓരോ പവറിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്നതാ കിട്ടുന്നത് നോക്കണം. ആദ്യം 2 raised to 1നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2. അടുത്തത് 2 square by 6. 2 square എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 by 6. സോ റിമൈൻഡർ ഇറ്റ് ആസ് 4. Then 2 cube by 6. 2 cube എന്ന് പറയുമ്പോൾ 8 by 6. 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 plus 2 എന്ന് എഴുതാം അല്ലെ? സോ റിമൈൻഡർ എന്ത് കിട്ടും? റിമൈൻഡർ 2. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 2 4 2 4. 2 is repeating, right? പിന്നെയും 2 വരികയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി the remainder is repeating after every second value. Every second power, എല്ലാ സെക്കൻഡ് പവറിലും this remainder is repeating, right? This remainder is repeating. ഇനി 2 raised to 3 by 6 വരുമ്പോൾ റിമൈൻഡർ 2. So we can say that 2 raised to 4 by 6 വരുമ്പോൾ റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ 4. 2 raised to 5 by 6 വരുമ്പോൾ റിമൈൻഡർ again it is 2. അപ്പോൾ ഇവിടെ തന്നെ കുറെ ആൾക്കാർ 1 ആൻസർ ചെയ്തു. മക്കളെ നിങ്ങളോട് ശ്രദ്ധിച്ചേ, എന്തായാലും റിമൈൻഡർ ഒന്നേ 2 അല്ലെങ്കിൽ 4, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു വാല്യൂ വരത്തുള്ളൂ. സോ വി ക്യാൻ ആക്ച്വലി എലിമിനേറ്റ് 1 and 5 അല്ലെ? 1 5 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ 1 ഒരു പക്ഷേ ഓക്കെ, നമ്മൾ തെറ്റിലൂടെയാണല്ലോ നമ്മൾ പഠിക്കുന്നത് അല്ലെ? സാരമില്ല. അപ്പോൾ നമ്മൾക്കിവിടെ 1 and 5 ഈ 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ തെറ്റിയവര് ശ്രദ്ധിച്ചേ, എവിടെയാ തെറ്റിയെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി സൈക്ലിസിറ്റി വാല്യൂ 2 ആണ് അല്ലെ? എവറി സെക്കൻഡ് പവറിൽ ദ റിമൈൻഡർ ഇസ് റിപ്പീറ്റിംഗ്. സോ വി ഐഡന്റിഫൈ ദാറ്റ് സൈക്ലിസിറ്റി വാല്യൂ 2. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 192നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ 192നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പറയാൻ കഴിയും ഇതിന്റെ റിമൈൻഡർ 0 ആണ് വരുന്നതെന്നുള്ളത് അല്ലെ? നോക്കിക്കേ, 192 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ ഈവൻ നമ്പറിനെ 192നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതായത് 2 9 times it is 18. റിമൈൻഡർ 1, 2 6 times it is 12. റിമൈൻഡർ 0. ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 192 എന്നുള്ളത് ഒരു ഈവൻ നമ്പറാണ്. ഈ ഒരു ഈവൻ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിമൈൻഡർ 0 ആണ് വരുന്നത്. ഓക്കെ, റിമൈൻഡർ വിൽ ബി ഓൾവേസ് 0. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അവിടെ നമുക്ക് പരീക്ഷ സമയത്ത് ഇതൊന്നും ഡിവൈഡ് ചെയ്യാൻ നേരമില്ല അല്ലെ? അപ്പോൾ ഈ റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ, ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല, നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, നേരത്തെ ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 3 ആ വന്നത്. അപ്പൊ 3 വന്നപ്പോൾ ഞാൻ പറഞ്ഞു പവർ 3 വരുമ്പോൾ അതിന്റെ റിമൈൻഡർ എന്താണോ അതാണ് ഉത്തരം എന്നുള്ളത്. പക്ഷെ ഇവിടെ റിമൈൻഡർ 0 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷെ റിമൈൻഡർ 0യുടെ വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ ഈ സൈക്കിൾ എൻഡ് ചെയ്യുന്നത് എവിടെയാണ്, ഈ സൈക്കിൾ എൻഡ് ചെയ്യുന്ന എവിടെയാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിമൈൻഡർ ആണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഇവിടെ സൈക്ലിസിറ്റി വാല്യൂ 2 ആണ്. അതായത് ഒരു സൈക്കിളിൽ 2 റിമൈൻഡേഴ്സ് ആണോ അല്ലെ? ഇവിടെ മുകളിൽ നോക്കിയാലോ, ഒരു സൈക്കിളിൽ 4 റിമൈൻഡേഴ്സ് ആയിരുന്നു. ഒരു സൈക്കിളിൽ 4 റിമൈൻഡേഴ്സ് ആണ്. അപ്പൊ സൈക്കിൾ എൻഡ് ചെയ്യുന്ന ഏത് റിമൈൻഡർ വെച്ചിട്ടാ? 1 വെച്ചിട്ട് അല്ലെ? 2 4 3 1 എന്ന് പറഞ്ഞാണ് റിമൈൻഡേഴ്സ് പോകുന്നത്. സോ സൈക്കിൾ ഈസ് എൻഡിങ് വിത്ത് റിമൈൻഡർ 1. അപ്പോൾ ഇവിടെ സൈക്കിൾ ഈസ് എൻഡിങ് വിത്ത് റിമൈൻഡർ 4 അല്ലെ? 2 4 2 4 എന്ന് പറഞ്ഞല്ലേ പോകുന്നത്. സോ ദി സൈക്കിൾ ഈസ് എൻഡിങ് വിത്ത് റിമൈൻഡർ 4. അപ്പോൾ സൈക്കിൾ റിമൈൻഡർ 4 വെച്ചാണ് എൻഡ് ചെയ്യുന്നത്. സോ വെൻ യുവർ റിമൈൻഡർ ഈസ് 0, തന്നിരിക്കുന്ന പവറിനെ ഈ പറയുന്ന പോലെ സൈക്ലിസിറ്റി വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവിടുത്തെ റിമൈൻഡർ എത്തി നിൽക്കുന്ന എവിടെയാണ്? സൈക്ലിസിറ്റിയുടെ എൻഡ് വാല്യൂവിലാണ്. അതായത് 2 4 2 4 എന്നാണെങ്കിൽ 4ലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ 2 4 3 1 3 1, ഇവിടെ റിമൈൻഡർ 0 ആണെങ്കിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിമൈൻഡർ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ബിക്കോസ് സൈക്കിൾ ഈസ് എൻഡിങ് ഇൻ 1. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോ ഹിയർ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി. 4 ആണ് ആൻസർ കേട്ടോ. ഇവിടെ ആൻസർ 4 ആണ്. പക്ഷെ ഇനി ഞാൻ ഒരു കാര്യം കൂടെ, കുറച്ച് പേരെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ. ശരിക്കും നമ്മൾ ഇങ്ങനെ ഈ ഒരു ചോദ്യത്തിൽ ഈ സൈക്ലിസിറ്റി 2 വരുമ്പോൾ ആക്ച്വലി ഇത്രയും വലിയ സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും.
എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ട ഇവിടെ നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ, 1 വന്നപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിമൈൻഡർ 2, അല്ലെ? പവർ 2 വന്നപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിമൈൻഡർ 4, പവർ 3 വന്നപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിമൈൻഡർ 2, പവർ 4 വന്നപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിമൈൻഡർ 4. അതായത് എവറി ഓഡ് പവർ, അതായത് 1, 3, 5, 7 ഇങ്ങനെ ഓഡ് പവേഴ്സിന് എപ്പോഴും റിമൈൻഡർ വാല്യൂ വരുന്നത് 2 ആണ്, അല്ലെ? അതുപോലെ എല്ലാ ഈവൻ പവേഴ്സിന്, അതായത് 4, 6, 2 ഇങ്ങനെ പോകുന്ന ഈവൻ പവേഴ്സിന് റിമൈൻഡർ വാല്യൂ എന്താ വരുന്നത്? 4 ആണ്. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ നോക്കിക്കേ, 2 192 അല്ലേ? 192 ഇസ് ആൻ ഈവൻ നമ്പർ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്റ്റെപ്സ് ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓപ്ഷൻ ബി 4 ആണുള്ളത്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇതിനെ ചൊല്ലി നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം, ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ് what will be the reminder? What will be the reminder when 9 raised to 10,481 is divided by 9 raised to 10,481 is divided by 4. 9 raised to 10,481 വലിയ പവർ ആണ് അല്ലെ? 9 raised to 10,481 is divided by 4. ഇതിന്റെ ഉത്തരം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. വാട്ട് വിൽ ബി ദി റിമൈൻഡർ? നമ്മളിവിടെ റിമൈൻഡർ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് നോക്കിക്കേ. അത് കുറെ പേർക്കൊരു തെറ്റ് പറ്റിയ സ്ഥിതിക്ക് നമുക്ക് ഇതും കൂടെ ഒന്ന് ചെയ്യാം. ഇതിന്റെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഇതിലേതാണ് ഉത്തരം? പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ഇതിന് 1 മിനിറ്റ് മതി. 7:32, 33 ആകുമ്പോൾ ആൻസർ ചെയ്യാം. നയനിന്റെ ഓരോ പവേഴ്സിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എത്ര കിട്ടുന്നതെന്ന് നോക്കാം. Okay. Yes. Correct. Alida, Sri Lakshmi, Isabel, Shalu, yes, Akila. 1 അല്ലേ? എല്ലാവർക്കും 1 ആണ് കിട്ടിയത്. സോ ആൻസർ ഇസ് കറക്റ്റ്. 1 തന്നെയാണ് ആൻസർ, അല്ലേ? അപ്പോ ഇവിടെ എങ്ങനെ ഇത് സോൾവ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ, അല്ലെ? 9ന്റെ ഒരു പവേഴ്സ് എടുക്കുക, എന്നിട്ട് അയാളെ ആര് കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെ? അപ്പോൾ ആദ്യം 9 raised to 1 by 4 raised to 1 by 4, അല്ലെ? 9 raised to 1 by 4 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 9 by 4 റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ ബിക്കംസ് 1. 9 നമുക്ക് എങ്ങനെ എഴുതാം? 8+1 എന്ന് എഴുതാം, അല്ലെ? സോ 8 is divisible by 4. സോ ബാക്കി ആരാ വരുന്നത്? 1 വരും. സോ റിമൈൻഡർ is 1. സോ 9 square by it becomes 81. 81 by 4. 81നെ നമുക്ക് 80 plus 1 by 4 എന്ന് എഴുതാം, അല്ലെ? സോ 80 is a multiple of 4. അപ്പൊ തീർച്ചയായിട്ടും റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ 1 വരും. അപ്പോൾ എല്ലാ കേസിലും റിമൈൻഡർ 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ 9ന്റെ നിങ്ങൾ ഇനി ഏത് പവർ എടുത്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഓഫ് കോഴ്സ് യു വിൽ ബി ഗെറ്റിംഗ് ദി റിമൈൻഡർ ആസ് 1. Every time you will be getting the remainder as 1. Okay, so here the answer is 1. വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വേറെയും ഒരുപാട് ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ പല രീതിയിൽ
UPSCക്ക് ചോദിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, സോ ഇനി അടുത്തൊരു കൈൻഡ് ഓഫ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് UPSCന്റെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A number n is formed. A number n is formed by writing 9,499 times. What is the remainder? What is the remainder? When it is divided by 13. When it is divided by 13. A number n is formed by writing 9,499 times. അതായത് ഒരു വലിയൊരു നമ്പർ ഫോം ചെയ്തിരിക്കുക. എങ്ങനെയാണ് നമ്പർ ഫോം ചെയ്തിരിക്കുന്നത്? 9 is written for 99 times. അതായത് ഒരു 99 ഡിജിറ്റ്സ് ഉള്ള ഒരു നമ്പർ, ആ നമ്പറിനകത്ത് മൊത്തവും ഇങ്ങനെ 999 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിരിക്കുക. അത്രയും വലിയൊരു നമ്പറിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിമൈൻഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹൗ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ? ഈ ഒരു ചോദ്യം എങ്ങനെ സോൾവ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ശരിക്കും ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഒരു നമ്പറിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മാജിക് നമ്പർ. സോ ദാറ്റ് നമ്പർ ഇസ് നത്തിങ് ബട്ട് 1001. 1001. ഈ 1001 എന്ന് പറയുന്ന നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ 1001ന്റെ കൂടെ നമ്മളിപ്പോ ഒരു 2 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഓക്കെ, അതായത് 1001ന്റെ കൂടെ AB എന്ന് പറയുന്ന ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ റിസൾട്ടന്റ് വിൽ ബി AB0AB. അതുപോലെ തന്നെ 1001ന്റെ കൂടെ ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർ റിസൾട്ടന്റ് വിൽ ബി വാട്ട്? ABC. ഉദാഹരണത്തിന് 1001ന്റെ കൂടെ നമ്മൾ ഒരു 21 മൾട്ടിപ്ലൈ ചെയ്താൽ 21021. ഓക്കെ, 21,021. ഇനി 1001ന്റെ കൂടെ ഒരു 3 ഡിജിറ്റ് നമ്പർ, ലെറ്റ് ഇറ്റ് ബി 243. സോ ഇറ്റ് ബിക്കംസ് 243. ഒരു 6 ഡിജിറ്റ് നമ്പർ നിങ്ങൾക്ക് കിട്ടും, 2,43,243. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ 1001 എന്ന് പറയുന്ന നമ്പർ ഇറ്റ് ഈസ് ആക്ച്വലി എ മൾട്ടിപ്പിൾ ഓഫ് 3 പ്രൈം നമ്പേഴ്സ്. 3 പ്രൈം നമ്പേഴ്സിന്റെ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 3 കോൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആണ്. അതായത് 7, 11, 13. ഈ 3 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1001. അതായത് 1001 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 7 into 11 into 13. ഓക്കെ, 7 into 11 into 13. നിങ്ങളുടെ ചോദ്യത്തില് നോർമലി ഈ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, കണ്ടോ? ഡിവൈഡഡ് ബൈ 13 എന്ന് പറഞ്ഞ് ചെയ്തില്ലേ? ഈ 13ന് പകരം നോർമലി ചോദ്യത്തിന് വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്, ബാക്കി 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞത് 11, 7 ആണ്. ഓക്കെ, അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോ 1001 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 നമ്പേഴ്സ്, ദാറ്റ് ഇസ് 7, 11 and 13. ഓക്കെ, അല്ലെങ്കിൽ 7, 11, 13 എന്ന് പറയുന്ന നമ്പേഴ്സ് 1001ന്റെ ഫാക്ടേഴ്സ് ആണ്. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, 1001ന്റെ കൂടെ നമ്മൾ ഒരു 3 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് നമ്പർ ഇസ് റിപ്പീറ്റിംഗ് ഇറ്റ്സെൽഫ്, അല്ലെ? ആ നമ്പർ എന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോ ഈ 1001ന്റെ കൂടെ ഞാൻ 222 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I will get a 6 digit number consisting of only 2. അല്ലെ? 1001ന്റെ കൂടെ ഞാനൊരു 3 digit number, let it be 555. So I'll be getting a 6 digit number consisting of only 5. ആണോ അല്ലയോ? അല്ലെ? ഇനി ഞാനൊരു 12 digit നമ്പർ എഴുതാൻ പോവുക, which consisting of a single digit, ഒറ്റ ഡിജിറ്റ്, ഒരു ഡിജിറ്റ് മാത്രമുള്ള ഒരു 12 digit നമ്പർ. 2, 2, 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, അപ്പോ എന്നിട്ട് ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തൊന്ന് എഴുതാൻ പോകും. 1, 2, 3, 4, 5, 6. എന്നിട്ട് 1, 7, 8, 9,
10, 11, 12 പ്ലസ് 1, 2, 3, 4, 5, 6 അല്ലെ? അതായത് 2,22,222 പ്ലസ് ദേണ്ടേ ഈ ഒരു 12 ഡിജിറ്റ് നമ്പർ ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഇത് കിട്ടുന്ന, ആണോ അല്ലയോ അല്ലെ? ആൻഡ് വി നോ ദാറ്റ് this 222 is a multiple of 1001. Eventually it is actually the multiple of 7, 11 and 13. അതായത് 2,22,222 എന്ന് പറയുന്നത് 7ന്റെ 11ന്റെ 13ന്റെ അതുപോലെ തന്നെ 1001ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഈ നമ്പരും 1001ന്റെ മൾട്ടിപ്പിൾ ആണ്, ഈ നമ്പരും 1001ന്റെ മൾട്ടിപ്പിൾ ആണ്, അതേ നമ്പർ തന്നെ 13ന്റെ മൾട്ടിപ്പിൾ ആണ്, അതേ നമ്പർ തന്നെ 7ന്റെ മൾട്ടിപ്പിൾ ആണ്, അതേ നമ്പർ തന്നെ 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ആൻഡ് ഹിയർ ഓൾസോ 13ന്റെ മൾട്ടിപ്പിൾ ആണ്, 7ന്റെ മൾട്ടിപ്പിൾ ആണ്, 11ന്റെ മൾട്ടിപ്പിൾ ആണ്. റൈറ്റ്. അപ്പോ ഇങ്ങനെ എത്ര വലിയ നമ്പർ ആഡ് ചെയ്താലും നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ കഴിയും. എങ്ങനെ പറയാൻ കഴിയും? അതിൽ ഓരോ സെറ്റ് ഓഫ് 6 ഡിജിറ്റ് അല്ലെ? ഇവിടുത്തെ ആദ്യത്തെ സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പർ വെച്ചിട്ടല്ലേ നമ്മൾ ഈ ഒരു നമ്പർ എഴുതിയത് അല്ലെ? എന്നിട്ട് അടുത്ത സെറ്റ് ഓഫ് 6 ഡിജിറ്റ് വെച്ചിട്ടല്ലേ ഈ ഒരു നമ്പർ എഴുതിയത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പറും ഈ പറയുന്ന പോലെ ആരുമായിട്ട് ഡിവിസിബിൾ ആണ്? ഏതർ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 13 ഓർ 7 ഓർ 11 ഓർ 1001. വളരെ 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 ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ഓക്കെ. ആൻഡ് ഹിയർ ഓൾസോ അല്ലെ, ഓരോ നമ്പേഴ്സും 1, 13 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 11 ഈ നമ്പേഴ്സുമായിട്ട് ഡിവിസിബിൾ ആണ്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ. 9 is repeated for 99 times. 9 എന്ന് പറയുന്നത് 99 ടൈംസ് റിപ്പീറ്റ് ചെയ്തിരിക്കുക അല്ലെ? ഇത് ഫസ്റ്റ് 9, ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 എക്സെട്ര. ലാസ്റ്റ് 9 എന്ന് പറഞ്ഞത് എന്താണ്? ദാറ്റ് ബിക്കംസ് ദി 99th ഡിജിറ്റ്. ഈ വലിയൊരു നമ്പറിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് എത്ര സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് നോക്കുക. 1, 2, 3, 4, 5, 6 അല്ലെ? അടുത്ത 6 ഡിജിറ്റ് നമ്പർ 7, 8, 9, 10, 11, അടുത്ത 6 ഡിജിറ്റ് നമ്പർ 13, 14, 15, 16, 17, 18. ഇങ്ങനെ എത്ര സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് നമ്മൾ നോക്കുക. ഓക്കെ. അപ്പോ അങ്ങനെ എത്ര സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് നോക്കുക. അപ്പോ നമ്മൾക്ക് ഇങ്ങനെ എണ്ണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? പക്ഷെ നമുക്കറിയാം മൊത്തം 99 ഡിജിറ്റ് ഉണ്ട്. ഈ 99നെ നിങ്ങൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് കിട്ടും അല്ലെ? ഇതാ നോക്കിക്കേ. 6 1 times it is 6. So റിമൈൻഡർ എത്ര വരും? 7, 8, 9. റിമൈൻഡർ it is 3. Then 6 times it is 36. So again you are getting remainder as 3. അപ്പോൾ ഇതിന് അർത്ഥം എന്താണ്? അതായത് 99 ഡിജിറ്റ് ഉള്ള ആ നമ്പറിൽ എക്സാക്ട്ലി 6 സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. സോറി 16 സെറ്റ് ഓഫ് 16 സെറ്റ് ആണ്, 6 അല്ല. 16 സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പർ ഉണ്ട്. അതിനോടൊപ്പം അധികം ഒരു 3 ഡിജിറ്റും കൂടെ ഉണ്ട്. അധികം ഒരു 3 ഡിജിറ്റ്സും കൂടെ ഉണ്ട്. അതായത് ഈ 9 ഉള്ള ആ ഒരു 6 ഡിജിറ്റ് നമ്പർ അല്ലെ, 999 എന്ന് പറയുന്ന മൊത്തം 16 സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പർ ഉണ്ട്. കൂടാത്തതിന് എക്സ്ട്രാ അങ്ങേ എൻഡിലായിട്ട് ഒരു 3 ഡിജിറ്റും കൂടെ എക്സ്ട്രാ ഉണ്ട്. ഇതാണ് ഈ ഒരു മീൻസ് 99നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്രയും ഡേറ്റാസ് നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കേ, ഇതിൽ ഓരോ സെറ്റ് ഓഫ് 16 ഡിജിറ്റ് നമ്പേഴ്സും 13 കൊണ്ട് ഡിവിസിബിൾ അല്ലേ? ഓരോ സെറ്റ് ഓഫ് 16 ഡിജിറ്റ് നമ്പറും ഈ പറയുന്ന പോലെ 13 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇത് ഡിവിസിബിൾ ആണ്, ഇത് ഡിവിസിബിൾ ആണ്, ഇത് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ കേസിലെല്ലാം നമുക്ക് റിമൈൻഡർ 0 വരുന്നത് ഇല്ല. ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൈൻഡർ 0 വരും. ആൻഡ് അങ്ങനെ ചെയ്ത് ചെയ്ത് അധികം ഒരു 3 എണ്ണം വരുന്നുണ്ട്. ഈ 3 എണ്ണത്തിനെ കുറിച്ച് മാത്രം നിങ്ങൾ ബോധവാനായാൽ മതി. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇത്രയും വലിയൊരു ചോദ്യത്തിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ലാസ്റ്റ് മിച്ചം വരുന്ന 999 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്നതാ കിട്ടുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അതാണ് നിങ്ങളുടെ ഉത്തരം. വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ? നോക്കിക്കേ, 13 അതായത് 13 7 ടൈംസ് ഇറ്റ് ഇസ് 91. സോ 8 9 താഴേക്ക് എഴുതി. 13 6 ടൈംസ് ഇറ്റ് ഇസ് 78. സോ റിമൈൻഡർ 11 വന്നു. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ 11 ബാക്കിയുള്ള എല്ലാ സെറ്റ് ഓഫ് 6 ഡിജിറ്റും ഇവിടെ ഓരോ സെറ്റും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടും. പിന്നെ അവസാനം വരുന്ന ഈ 3 ഡിജിറ്റ്, ഈ എക്സ്ട്രാ 3 ഡിജിറ്റിനെ മാത്രം ആലോചിച്ച് നിങ്ങൾ കൺസേൺ ആയാൽ മതി. അയാളെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിമൈൻഡർ കിട്ടുന്നത്? അതാണ് നമ്മുടെ ഉത്തരം. സോ ആൻസർ ഈസ് 11. ഓക്കെ, 11. ഇത് UPSC 2023 ചോദിച്ച ചോദ്യം, 2023 ചോദിച്ച ചോദ്യം. ഓക്കെ, അപ്പോ
ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം, നിങ്ങളത് തന്നെ സോൾവ് ചെയ്യണം. ഇതേപോലെ ഒരു ചോദ്യമാണ്, പക്ഷെ ഞാൻ നമ്പർ ഒന്ന് മാറ്റി തരിക. ഇഫ് n is a natural number formed by writing 9499 times, 9499 times, then what will be the remainder? What will be the remainder? What will be the remainder when it is divided by 7? Divided by 7. അയാളെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്നതാ കിട്ടുന്നത്. ഒരു 2 മിനിറ്റ് സമയം തരാം, നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കേ. 9 is written for 99 times. What will be the remainder when the number is divided by 7? Okay, options തരാം. A 11, B 13, C 7, D 5. ഒന്ന് ചെയ്ത് നോക്കിക്കേ. 9 is written for 99 times. What will be the remainder when that number is divided by 7? എന്നിട്ട് ആൻസർ പോസ്റ്റ് ചെയ്തോളൂ കേട്ടോ. It's about okay 5. റൈറ്റ്, എല്ലാവരും പോസ്റ്റ് ചെയ്യട്ടെ. 5 അല്ലേ? ഷാലു 5. ഓക്കെ, നൈസ്. ഓക്കെ, ശ്രീലക്ഷ്മി, അലിഡ. ഓക്കെ, നൈസ് നൈസ്. 5. എല്ലാവർക്കും 5 കിട്ടിയോ ആൻസർ? എക്സാക്ട്ലി 5 ഈസ് ദി ആൻസർ. ഓക്കെ, 5 തന്നെയാണ് ഉത്തരം. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പിനകത്ത് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ 13 പകരം നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. ബാക്കിയെല്ലാം അതേ കൺസെപ്റ്റ് തന്നെ. മീൻസ് എവറി സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പർ ഈ പറയുന്ന പോലെ 7, 11, 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ 0 കിട്ടും. ഓക്കെ, ബിക്കോസ് ഈ 7, 11, 13 എന്ന് പറഞ്ഞത് ആരുടെ ഫാക്ടേഴ്സ് ആണ്? 1001ന്റെ ഫാക്ടേഴ്സ് ആണ്. ആൻഡ് ഈ ഓരോ സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പർ വെൻ ദി ഡിജിറ്റ്സ് ആർ റിപ്പീറ്റിംഗ്, then we can say that that number is divisible by 1001, hence they are divisible by 7, 11 and 13. ഈ ഓരോ സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സും 1001 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ നമ്പേഴ്സ് എല്ലാം 7 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 13 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ലോജിക് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഈ 999 നമ്മൾ ആരുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് 7, റൈറ്റ്? ഡിവൈഡഡ് ബൈ 7. അപ്പൊ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 5 കിട്ടും. ഓക്കെ, so yes, reminder it is 5. So 999 അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. 999 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, റൈറ്റ്? 7 1 times it is 7, 8, 9, and 7 4 times it is 28. So reminder it is 1, and 7 2 times it is 14. So reminder it is 5. കണ്ടോ, റിമൈൻഡർ 5 വന്നു. So 5 is the answer. ബാക്കി എല്ലാ ലോജിക്കും നേരത്തെ പോലെയാണ്. ഓക്കെ, നമുക്ക് ഒരുപാട് കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതാണ് ഞാൻ പിന്നെയും ഫെർദർ ഈ പറയുന്ന പോലെ അത്യാവശ്യം നല്ലൊരു എക്സ്പ്ലനേഷൻ ഇവിടെ തന്നിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ചോദ്യം ഒന്ന് മാറ്റി ചോദിച്ചാൽ, അതായത് ഇതെന്താ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് n is a natural number, if n is a natural number formed by repeating 123 for 33 times, 123 for 33 times, what will be the remainder? What will be the remainder?
if that number is divided by 13. If that number is divided by 13. If that number is divided by 13. Is divided by, okay. അതായത് n എന്ന് പറഞ്ഞൊരു നാച്ചുറൽ നമ്പർ ഇസ് ഫോംഡ് ബൈ റൈറ്റിംഗ് ഹൗ മെനി ടൈംസ് 123 ഫോർ 33 ടൈംസ് 33 തവണ നമ്മൾ എഴുതുകയാണ്. അപ്പോൾ ഒരു വലിയൊരു നമ്പർ ഫോം ചെയ്യും അല്ലേ? അതായത് 1 2 3 ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത് ടൈം, സിക്സ് ടൈം, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 33 ടൈംസ്. സോ ലാസ്റ്റ് എന്ന് പറയുന്നത് 33ാമത്തെ തവണ, 33rd ടൈം. ഇത്രയും വലിയൊരു നമ്പറിനെ നമ്മൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 33 ടൈംസിൽ ഒരു 3 ഡിജിറ്റ് നമ്പർ എഴുതുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ 33 ടൈംസ് നമ്മൾ ഒരു 3 ഡിജിറ്റ് നമ്പർ ഇങ്ങനെ അടുപ്പിച്ച് എഴുതുമ്പോൾ ആ വലിയൊരു നമ്പറിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതെങ്ങനെയാണ് കിട്ടുന്നത്? നമുക്കറിയാം 1 2 3 എന്ന് പറയുമ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? ഈ 3 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ എത്ര തവണ എഴുതുന്നത്? 33 ടൈംസ് ആണ്. സോ 3 into 33 ടോട്ടൽ 99 ഡിജിറ്റ്സ് ഉണ്ട്. അതായത് 1 2 3 1 2 3 1 2 3 ഇങ്ങനെ സൈഡിൽ എഴുതി 33 തവണ എഴുതുമ്പോൾ ആ വലിയൊരു നമ്പറിനകത്ത് മൊത്തം 99 ഡിജിറ്റ് ഉണ്ട്. ഈ 99 ഡിജിറ്റ് ഉള്ള നമ്പറാണ് വേണ്ടേ ഈ കാണുന്നത്. ആ നമ്പറിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കേ, എന്താണ് ഇതിന്റെ ആൻസർ കിട്ടുന്നത് നോക്കിയേ, എന്നിട്ടൊന്ന് പോസ്റ്റ് ചെയ്തേ. സോ നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഓരോ സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പറും അല്ലെ 1 2 3 1 2 3 1 2 3 1 2 3. സോ ഹിയർ ഓൾസോ 1 2 3 into 1001 അല്ലേ? ഈ പറയുന്ന പോലെ 1 2 3 1 2 3 എന്ന് വരുന്നത് അല്ലേ? 1,23,123. അപ്പോൾ ഓരോ സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പറും ഇസ് ഡിവിസിബിൾ ബൈ 13 ബിക്കോസ് ആ 6 ഡിജിറ്റ് നമ്പർ ആരുടെ മൾട്ടിപ്പിൾ ആണ്? 1001ന്റെ മൾട്ടിപ്പിൾ ആണ്. 1001 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 7 into 11 into 13. സോ ഈ പറയുന്ന 1 2 3 1 2 3 എന്ന് പറയുന്ന 6 ഡിജിറ്റ് നമ്പർ അത് ഈ പറയുന്ന പോലെ 7 കൊണ്ടും 11 കൊണ്ടും 13 കൊണ്ടും ഡിവിസിബിൾ ആണ്. സോ ഓരോ സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സും ഈ പറയുന്ന പോലെ 13 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെ എത്ര സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പർ ഈ 99 ഡിജിറ്റ്സിനകത്തുണ്ട് നോക്കുക. എന്നിട്ട് അധികം എത്ര വരുന്നു അയാളെ നമ്മൾ എന്ത് ചെയ്യുക? 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നത്? ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിക്കേ. വാട്ട് ആൻസർ യു ആർ ഗെറ്റിംഗ്? പ്ലീസ് ചെക്ക്. ഞാൻ ഓപ്ഷൻ A 2, ഓപ്ഷൻ B 4, ഓപ്ഷൻ C 6, ഓപ്ഷൻ D 8. 6. Yes. Correct. 6 ആണ് ആൻസർ വരുന്നത്. കറക്റ്റ്. എക്സാക്ട്ലി 6 is the answer. Right. അപ്പോൾ ഇതിനകത്ത് മൊത്തം എഗെയിൻ 99 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ? സോ 99 ഡിജിറ്റ്സ് മീൻസ് വാട്ട്? ഈ പറയുന്ന പോലെ എക്സാക്ട്ലി 99 നമ്മൾ ഈ പറയുന്ന പോലെ എത്ര സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ നോക്കണം. സോ 99 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അല്ലേ? നമുക്കറിയാം 16 സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, പിന്നെ എക്സ്ട്രാ ഒരു 3 ഡിജിറ്റ് അല്ലെ? റിമൈൻഡർ 3 വരുന്നുണ്ട്, എക്സ്ട്രാ ഒരു 3 ഡിജിറ്റും കൂടെ ഉണ്ട്. അതായത് 16 സെറ്റ് ഓഫ് 6 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഓരോ സെറ്റിലും 1 2 3 1 2 3 1 2 3 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒരു 3 ഡിജിറ്റ് തീർച്ചയായിട്ടും ഏതായിരിക്കും? ലാസ്റ്റത്തെ 1 2 3 ആയിരിക്കും. അപ്പോൾ ആ 123നെ ആ 123നെ നമ്മൾ എന്ത് ചെയ്യണം? 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 13 9 ടൈംസ് ഇറ്റ് ഇസ് 117. റൈറ്റ്. സോ റിമൈൻഡർ 6 വരും. സോ ആൻസർ ഇസ് 6. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നും കൂടെ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു നമ്പർ സിസ്റ്റം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നോക്കിക്കേ. അതായത് 1001ന്റെ കൺസെപ്റ്റ് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇനി UPSC ചോദിക്കുന്നത് ഈ എക്സ്പോണൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. എക്സ്പോണൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഐ വിൽ ഗിവ് യു ദി ക്വസ്റ്റ്യൻ റൈറ്റ് നൗ. ഈ ഒരു ക്വസ്റ്റ്യൻ വാട്ട് വിൽ ബി ദി ചോദ്യം എഴുതിക്കോ. വാട്ട് ഈസ് ദി യൂണിറ്റ് ഡിജിറ്റ് or is the unit digit in the expansion of 128
57,242. 57,242. The whole raised to 9 into 7 into 5 into 3 into 1. 57,242നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓക്കെ, അതായത് തന്നിരിക്കുന്ന ഒരു പവർ 9 into 7 into 5 into 3 into 1. So all together when you are multiplying, you will be getting it as 945. ഓക്കെ, അപ്പൊ 945 എന്ന് കിട്ടും. അപ്പോൾ 57,242നെ ഇങ്ങനെ ഈ ഒരു പവറിലേക്ക് മാറ്റുമ്പോൾ അയാളുടെ യൂണിറ്റ് പ്ലേസിൽ ആര് വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയാളുടെ യൂണിറ്റ് പ്ലേസിൽ ആര് വരുന്നു? ഇതാണ് മറ്റൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ UPSC ചോദിച്ചത്. ഓക്കെ, ഇത് 2023 UPSC ചോദിച്ചത്, 2023 UPSC ചോദിച്ച ചോദ്യമാണ്. എഗെയിൻ ഇത് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഒരു മീൻസ്, അതായത് നേരത്തെ നമ്മൾ റിമൈൻഡേഴ്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, ആൻഡ് വി ഐഡന്റിഫൈഡ് എ പാറ്റേൺ. സോ സിമിലർലി ഈ പവേഴ്സിന്റെ കേസിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എക്സ്പെഷ്യലി ഇത് ഡിജിറ്റ്സ് ഇൻ ദി യൂണിറ്റ് പ്ലേസ്. ഈ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ് ഈ പറയുന്ന പോലെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾക്ക് ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കൺസെപ്റ്റ് ക്ലാരിറ്റി ഞാൻ സെറ്റ് ചെയ്ത് തരാം. വേണ്ടേ? ഇവിടെ നോക്കിക്കേ, ഒരു സിമ്പിൾ ഒരു ആദ്യം നമുക്ക് ഈ പറയുന്ന പോലെ സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സിന്റെ പവേഴ്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾക്കറിയാം 2 raised to 1 it is 2, 2 square it is 4, 2 cube it is 8, 2 raised to 4 it is 16, 2 raised to 5 it is 32, 2 raised to 6 it is 64. അല്ലേ? ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ 2 raised to 7, 2 raised to 8, 2 raised to 9 പോവുകയാണ് അല്ലേ? നിങ്ങൾ ഇവരുടെ യൂണിറ്റ് ഡിജിറ്റ് ഒന്ന് നോക്കിക്കേ. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ്. ഇതൊരു നമ്പറാണ്, 1 2 3 എന്ന് പറയുന്ന ഒരു നമ്പർ. ഇവിടെ ഈ 3 എന്ന് പറയുന്ന ആള് ഇരിക്കുന്ന പ്ലേസിനെയാണ് നമ്മൾ യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ്, യൂണിറ്റ് പ്ലേസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുപോലെ അങ്ങനെയാണെങ്കിൽ 2 ഇരിക്കുന്ന ആൾ ഏത് പ്ലേസ് ആണ്? 10th പ്ലേസ് ആണ്. 1 എന്ന് പറയുന്നത് 100th പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് പ്ലേസ് വാല്യൂസ് എന്ന് പറയും. എന്ത് പറയും? പ്ലേസ് വാല്യൂസ്. അതായത് ഇപ്പോൾ 123 എന്ന് പറയുന്ന ഓരോ നമ്പറിനും ഈ നമ്മൾ ഒരു 3 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 4 ഡിജിറ്റ് നമ്പർ എഴുതുന്നത് വെറുതെ അല്ല. ആ നമ്പേഴ്സിന് വ്യക്തമായിട്ടുള്ള ആ ഒരു പൊസിഷൻ പവർ ഉണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് 3 എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസിൽ ഇരിക്കുന്ന ആളാണ്. 2 എന്ന് പറയുന്നത് 10th പ്ലേസിലതാണ്. 1 എന്ന് പറയുന്നത് 100th പ്ലേസിലെയാണ്. ഈ യൂണിറ്റ് പ്ലേസിന് മറ്റൊരു നെയിമും കൂടെ ഉണ്ട്, വൺസ് പ്ലേസ് എന്ന് പറയും. ഓക്കെ, അതായത് 3 എന്ന് പറയുന്നത് ആരാണ്? വൺസ് പ്ലേസിലാണ്. 2 എന്ന് പറയുന്നത് 10th പ്ലേസിലാണ്. ആൻഡ് 1 എന്ന് പറയുന്നത് 100th പ്ലേസിലാണ്. ശരിക്കും നമ്മൾക്ക് ഇവരുടെ പ്ലേസ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നമ്പർ കിട്ടുന്നത്. നോക്കിക്കേ, 1 into 100 it becomes 100, 2 into 10 becomes 20, 3 into 1 it becomes 3. So you are getting it as 123. ഓക്കെ, ഈ നമ്പർ അസ്യൂം ചെയ്യുമ്പോൾ പ്ലേസ് വാല്യൂ വെച്ച്, എക്സ്പെഷ്യലി ഡിജിറ്റ്സ് ഒക്കെ അസ്യൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പ്ലേസ് വാല്യൂസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. 2432. ഇവിടെ 2 എന്ന് പറയുന്നത് വൺസ് പ്ലേസിൽ അല്ലേ, 3 എന്ന് പറയുന്നത് 10th പ്ലേസിൽ, 4 എന്ന് പറയുന്നത് 100th പ്ലേസിൽ, ആൻഡ് 2 എന്ന് പറയുന്നത് എവിടെയാണ്? 1000th പ്ലേസിൽ. അപ്പോൾ പ്ലേസ് വാല്യൂ വെച്ച് നമ്മൾ എങ്ങനെ എഴുതും? 2 into 1000 പ്ലസ് 4 into 100 പ്ലസ് 3 into 10 പ്ലസ് 2 into 1 ഓൾ ടുഗദർ. ഇതെല്ലാം കൂടെ ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? 2432 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, അതായത് ലെറ്റ് x y be a 2-digit natural number. On reversing that digit, you will get another 2-digit natural number and its ratio with the first digit natural number, let it be 1:3. അങ്ങനെയാണെങ്കിൽ ഈ 2-digit നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? നമ്മൾ പഴയ മീൻസ് അതായത് പ്രീവിയസ് ചോദ്യത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം. അതായത് ഒരു 2-digit നമ്പർ നിങ്ങളുടെ അടുത്ത് അസ്യൂം ചെയ്യാൻ പറയുക, എന്നിട്ട് ആ നമ്പറിനെ റിവേഴ്സ് ചെയ്യുന്നു. ആ നമ്പറിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ y എന്ന് പറഞ്ഞ 10th പ്ലേസിൽ, x എന്ന് പറയുന്നത് 1st പ്ലേസിൽ വരും. എന്നിട്ട് ഇവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞത് 1:3 ആണെങ്കിൽ അങ്ങനെ എത്ര സച്ച് 2-digit നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും 2-digit നമ്പറിനെ അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. അത് റോങ് ആണ്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എക്സ് ഇൻറ്റു വൈ എന്നാണ് അർത്ഥം. ഓക്കെ, അല്ലാതെ എക്സ് വൈ. ഓക്കെ, ഒരു 21 നമ്മൾ 21 എന്ന് എഴുതുന്നത് പോലെ എക്സ് വൈ എന്ന് നമുക്ക് എഴുതാൻ കഴിയില്ല. ബിക്കോസ് 2 വേരിയബിൾസ് അടുപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്.
സോ വെൻ യു ആർ അസ്യൂമിങ് എ 2-digit നമ്പർ അല്ലെങ്കിൽ ഒരു 3-digit നമ്പർ നിങ്ങൾ അസ്യൂം ചെയ്യുമ്പോൾ അവരുടെ പ്ലേസ് വാല്യൂ വെച്ച് വേണം അസ്യൂം ചെയ്യേണ്ടത്. അതായത് എക്സ് വൈ എന്നല്ല അസ്യൂം ചെയ്യേണ്ടത്, മറിച്ച് എങ്ങനെ അസ്യൂം ചെയ്യേണ്ടത്? എക്സ് എന്ന് പറയുന്നത് 10th പ്ലേസിലും വൈ എന്ന് പറയുന്നത് 1st പ്ലേസ്. സോ ഇറ്റ് ബിക്കംസ് 10x പ്ലസ് 1 into y. ഇങ്ങനെ വേണം അസ്യൂം ചെയ്യേണ്ടത്. അപ്പൊ ഒരു 2-digit നമ്പർ അസ്യൂം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? എക്സ് ഇൻറ്റു വൈ എന്നല്ല, 10x പ്ലസ് വൈ. ഇതാണ് ഒരു 2-digit നമ്പർ. അപ്പൊ 3-digit നമ്പറോ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന 3 ഡിജിറ്റ്സ് ഉള്ള ഒരു 3-digit നമ്പർ അസ്യൂം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എക്സ് എന്ന് പറഞ്ഞത് 100th പൊസിഷൻ, സോ 100x. വൈ എന്ന് പറഞ്ഞത് 10th പൊസിഷൻ, സോ 10y. ഇസഡ് എന്ന് പറയുന്നത് 1 പൊസിഷൻസിൽ, സോ ഇസഡ് ഇൻറ്റു 1. ഇതാണ് 3-digit നമ്പർ അസ്യൂം ചെയ്യേണ്ടത്. ഇങ്ങനെ വേണം നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. നമുക്കത് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്കത് വർക്ക്ഷോപ്സിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഈ യൂണിറ്റ് പ്ലേസിലെ ആളെ ഐഡന്റിഫൈ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അപ്പൊ 2^1 ഇറ്റ് ഇസ് 2, 2 സ്ക്വയർ 4, 2 ക്യൂബ് 8, 2^4 16. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ നോക്കിക്കഴിഞ്ഞാൽ 2, 4, 8, 6 അല്ലേ? ഇനി 2^5 again it is starting with 2. കണ്ടോ, യൂണിറ്റ് പ്ലേസിൽ 2 വരുന്നത്. 2^6 again യൂണിറ്റ് പ്ലേസിൽ 4 വരുന്നത്. അടുത്ത 2^7 യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും? നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും 8 ആയിരിക്കും എന്നുള്ളത്. 2^8 യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും? ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയും 6 ആണെന്നുള്ളത്. കാരണം ദ പാറ്റേൺ ഈസ് ഫോളോയിങ് ലൈക്ക് 2, 4, 8, 6, 2, 4, 8, 6 പോലെ ഇങ്ങനെ ഫോളോ ചെയ്യാണ്. ഇതുപോലെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും ബാക്കിയുള്ള എല്ലാ ഡിജിറ്റ്സ്. 2 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് എല്ലാം ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഈ പാറ്റേൺ ഓരോ നമ്പേഴ്സിനും അവരുടേതായിട്ടുള്ള സൈക്ലിസിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് നമുക്ക് 3യുടെയും കൂടെ ഒന്ന് നോക്കാം. 3^1 it is 3, 3 സ്ക്വയർ it is 9, 3 ക്യൂബ് എന്ത് വരും? 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27, 3^4 it is 81. ഓക്കെ, ആൻഡ് 3^5 അല്ലെ? 3^5 എന്ന് എത്ര വരും? 243. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, യൂണിറ്റ് പ്ലേസിലെ നമ്പേഴ്സ് 3, 9, 7, 1. എഗെയിൻ കണ്ടോ 3 വന്നു. എനിക്ക് ഉറപ്പായിട്ടും പറയാം 3^6 യൂണിറ്റ് പ്ലേസിൽ ആരായിരിക്കും? 9 ആയിരിക്കും. 3^7 യൂണിറ്റ് പ്ലേസിൽ ആരായിരിക്കും? 7 ആയിരിക്കും. 3^8 യൂണിറ്റ് പ്ലേസിൽ ആരായിരിക്കും? ഈ പറയുന്ന പോലെ 1 ആയിരിക്കും. സോറി, 1, 3, 9, അതെ 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എഗെയിൻ 4 പ്ലേസസ് വെച്ച് ഇങ്ങനെ പാറ്റേൺ ചെയ്യുന്നത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 4ന്റെ നമുക്കൊന്ന് നോക്കിയാലോ. 4:1 അല്ലെ? 4:1 എന്ത് വരും? 4 വരും. 4 സ്ക്വയർ എന്താണ്? 16. 4 ക്യൂബ് എന്താണ്? 4 ക്യൂബ് എന്ന് പറയുമ്പോൾ എഗെയിൻ ഇറ്റ് ബിക്കം 64 അല്ലെ? 64. അപ്പോ ഇവിടെ 4, 6, 4, 6 എന്ന് പറഞ്ഞാൽ പോകുന്നത് യൂണിറ്റ് പ്ലേസിൽ. കണ്ടോ, 4, 6, 4, 6. അപ്പൊ ഇവിടെ സൈക്ലിസിറ്റി 2 ആണ്. ഇതുപോലെ ഓരോ നമ്പേഴ്സിനും അവരുടേതായിട്ടുള്ള സൈക്ലിസിറ്റി ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി UPSC ഈ നമ്പേഴ്സിന്റെ ഒന്ന് യൂണിറ്റ് പ്ലേസിൽ ആര് വരുന്നൊന്നല്ല ചോദിക്കുന്നത്. അതാണ്ട ഇതുപോലുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് UPSC ചോദിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ കണ്ടെത്തും നമുക്ക് നോക്കാം. എഗെയിൻ അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് എക്സാമ്പിളും കൂടെ. 22 the whole raised to 33. ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ ആര് വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 22 the whole raised to 33യുടെ യൂണിറ്റ് പ്ലേസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആര് വരുന്നു? 22^33 നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, അതായത് 22 the whole raised to 33 ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 22 the whole raised to 33 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ നമ്പർ കിട്ടും. അയാളുടെ യൂണിറ്റ് പ്ലേസിൽ വരുന്നയാളും 2^33 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ നമ്പർ കിട്ടും. അയാളുടെ യൂണിറ്റ് പ്ലേസിൽ വരുന്നയാളും സെയിം ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. അതായത് 22 the whole raised to 33 അല്ലെ? അതാണ്ട് നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഓക്കെ അല്ല, തിരിച്ചു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതെ, 22 the whole raised to 33. 22 the whole raised to 33യുടെ യൂണിറ്റ് പ്ലേസിൽ 22ന്റെ യൂണിറ്റ് പ്ലേസിൽ ആരാണ്? 2 ആണ്. 22 the whole raised to 33 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ ആരായിരിക്കും? അത് തന്നെയാണ് ഇയാളുടെ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റിന്റെ പവർ എടുക്കുമ്പോൾ, അതേ പവർ എടുക്കുമ്പോൾ ഈ പറയുന്ന പോലെ അതിന്റെ എക്സ്പാൻഷന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്നത്. ഓക്കെ, ഇപ്പോ ഇതന്നെ 5 സ്ക്വയർ നമുക്ക് വേണ്ട. 2 സ്ക്വയർ നമുക്കറിയാം എന്താണ്? 4 ആണ്. അപ്പോൾ 12 സ്ക്വയർ നിങ്ങൾക്ക് എന്താണ്? 144 അല്ലേ? 12 സ്ക്വയർ ഇറ്റ് ഈസ് 144. കണ്ട, യൂണിറ്റ് പ്ലേസിൽ ആരാ വന്നത്? 4 അല്ലേ? അതായത് 12 സ്ക്വയറിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ആരാ? 12ന്റെ യൂണിറ്റ് പ്ലേസിൽ 2 ആണ് വരുന്നത്. 2 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ ആരാ വരുന്നത്? 4 ആണ്. അത് തന്നെയല്ലേ ഇവിടെയും വരുന്നത്. ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മളുടെ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ 33യുടെ ഒന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം.
അപ്പോൾ 2⁻33 എത്തുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് 22⁻33 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ ആര് വരണം? ഈ പറയുന്ന പോലെ 2⁻33 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് ആ യൂണിറ്റ് പ്ലേസിൽ വരുന്നയാൾ. ഇതെങ്ങനെ കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം. നമുക്ക് 2ന്റെ സൈക്ലിസിറ്റി അറിയാം അല്ലെ? 2⁻1 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2, 2² എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4, 2³ 8, 2⁻4 16, ആൻഡ് 2⁻5 32, അല്ലെ? 2⁻6 64. അപ്പൊ 2486 എന്ന് പറഞ്ഞിങ്ങനെ പൊക്കോണ്ടിരിക്കുക. സോ സൈക്ലിസിറ്റി 4 വരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത്രയും ഉള്ളൂ. തന്നിരിക്കുന്ന പവർ ഏതാണ്? 33 ആണ്. ഈ 33നെ സൈക്ലിസിറ്റി വാല്യൂ ആയ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? അപ്പോ റിമൈൻഡർ എന്ത് കിട്ടും നോക്കാം. എത്രയാണ് കിട്ടുന്നത്? 33 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 8 times it is 32. So remainder it is 1. റിമൈൻഡർ 1 ആണ് കിട്ടുന്നത്. റിമൈൻഡർ 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ റിമൈൻഡേഴ്സിൽ ചെയ്ത പോലെ പവർ 1 വരുമ്പോൾ എന്താണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂണിറ്റ് പ്ലേസിൽ ആരാണ് വരുന്നത് നോക്കുക അല്ലെ? ഇവിടെ റിമൈൻഡർ എത്രയാ? 1 ആണ് കിട്ടുന്നത്. റിമൈൻഡർ 1 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൈക്ലിസിറ്റി വാല്യൂവില് അതേ റിമൈൻഡർ വാല്യൂ, അതായത് ഇവിടെ റിമൈൻഡർ 1 ആണ്. സോ പവർ 1 വരുന്നത് 2ന്റെ പവർ 1 വരുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ ആരാണ്? അയാൾ തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. സോ 2ന്റെ പവർ 1 വരുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 2 ആണ്. സോ 2 വിൽ ബി ദി ആൻസർ. ആൻസർ 2 ആണ് വരുന്നത്. സോ 22⁻33 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ ആരാ വരുന്നത്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേണ്ട ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കേ. What is the unit digit in the expansion of 57,242, the whole raised to 9 into 7 into 5 into 3 into 1? ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടെത്തുക. അപ്പോൾ ആ പവർ വാല്യൂ കിട്ടും. എന്നിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. I will give you 2 minutes. 2 മിനിറ്റ് തരാം. ഷാലു 2. യെസ് യെസ് യെസ്. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്ത ആൻസർ. സെറ്റ് അപ്പ്. ഓക്കെ, ഗുഡ്. Okay, nice. Okay, yes. Arjun, correct. Srilakshmi, Isabel, Shalu. കറക്റ്റ് ആണ്. നമുക്കെല്ലാം കിട്ടിയ ആൻസർ കറക്റ്റ് ആണ്. സോ ദി ആൻസർ ഇസ് 2 അല്ലെ? 57,242. അപ്പോൾ 57,242 എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്ലിസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, 2ന്റെ സൈക്ലിസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 4. 2ന്റെ സൈക്ലിസിറ്റി 4 ആണ്. സോ 57,242 the whole raised to 9 into 7 into 5 into 3 into 1. You will be getting it as 945. 945 എന്നാണ് കിട്ടുന്നത്. അപ്പൊ 57,242 റേസ് ടു 945 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ നമ്പർ കിട്ടും. അതിന്റെ യൂണിറ്റ് പ്ലേസിൽ ഒരു നമ്പർ ഉണ്ടാവും. ലെറ്റ് ഇറ്റ് ബി എക്സ്. ആ എക്സ് തന്നെയാണ് 2 the whole raised to 945 ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ യൂണിറ്റ് പ്ലേസിലുള്ള ആളെ കുറിച്ച് മാത്രം ബോധേഡായാൽ മതി. സോ 2 raised to 945 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്നതാ കിട്ടുന്നത് നമുക്ക് നോക്കാം യൂണിറ്റ് പ്ലേസിൽ. സോ വി നോ ദാറ്റ് സൈക്ലിസിറ്റി വാല്യൂ 4 ആണ്.
സൈക്ലിസിറ്റി വാല്യൂ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തന്നിരിക്കുന്ന പവർ ഇറ്റ് ഇസ് 945. 945നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും റിമൈൻഡർ വരുന്നത്? അതായത് ഫോർ 2 ടൈംസ് ഇറ്റ് ഇസ് 8, റിമൈൻഡർ 1. ഫോർ 3 ടൈംസ് ഇറ്റ് ഇസ് 12, സോ റിമൈൻഡർ ഇറ്റ് ഇസ് 2. then 5 താഴേക്ക് എഴുതി. ഫോർ 6 ടൈംസ് ഇറ്റ് ഇസ് 24, സോ റിമൈൻഡർ 1. റിമൈൻഡർ 1 കിട്ടുന്നത് അല്ലെ. അപ്പൊ റിമൈൻഡർ 1 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, അതായത് 2ന്റെ പവറിന് 1 വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂണിറ്റ് പ്ലേസിൽ ആരാ വരുന്നത്? 2 ആണ്. സോ ദി ആൻസർ ഇസ് 2. കണ്ടോ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. ഓക്കെ, സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾ റൈറ്റ്. നിങ്ങൾക്ക് ബ്രേക്ക് വേണം? ഡു യു നീഡ് എ ബ്രേക്ക്? ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ, വേണമെന്നുണ്ടെങ്കിൽ പറയാ. Yes, not necessary. Okay. Majority people are saying it as no. So, okay. Okay. Samuel, in case നമുക്കൊരു 9 o'clock വരെ പോകുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ഒരു 2 hours അല്ലേ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. റൈറ്റ്, പ്രോബ്ലം ഇല്ലല്ലോ. there are a lot of things I need to say in this number system. So അതെല്ലാം നമുക്കൊന്ന് ജസ്റ്റ്, എന്നാലും 2 hours പോരാ അത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ബട്ട് ഇനിയുള്ള വർക്ക്ഷോപ്സിൽ നമുക്കത് ചെയ്യാം. സോ മാക്സിമം ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പറ്റുന്ന എത്രയും കവർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, ഓൾ റൈറ്റ്. നമുക്ക് ഇനി അടുത്ത നമ്പർ സിസ്റ്റത്തിന്റെ അടുത്ത കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ അടുത്ത ചോദ്യം വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുന്നേ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് റിമൈൻഡേഴ്സ്. റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സോ ഐ തിങ്ക് യു ഓൾ നോ അബൌട്ട് റിമൈൻഡേഴ്സ് അല്ലേ? റിമൈൻഡേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ വാട്ട് യു മീൻ ബൈ എ റിമൈൻഡർ? എന്താ റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ചെയ്തത് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെ നമ്മൾക്ക് കിട്ടുന്ന ആ മെച്ചം വരുന്ന വാല്യൂ, അതിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു 81നെ നമ്മൾ 3 അല്ല, ലെറ്റ് ഇറ്റ് ബി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം 4 2 ടൈംസ് ഇറ്റ് ഈസ് 8 0 1. സോ റിമൈൻഡർ 1 വരും അല്ലെ. 420 ടൈംസ് ഇറ്റ് ഈസ് 80 പ്ലസ് 1 ഇറ്റ് ഈസ് 1. റിമൈൻഡർ 1 വരും. സോ ഇവിടെ ഈ റിമൈൻഡർ കൺസെപ്റ്റ് വെച്ചിട്ട് UPSC പല കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ നമ്മൾ ഓൾറെഡി ഒരെണ്ണം ഡിസ്കസ് ചെയ്തു. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ദ കൺസെപ്റ്റ് ഓഫ് ഡിവിഷൻ ഫോർമുല. ഈ ഡിവിഷൻ ഫോർമുല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഡിവിഷൻ ഫോർമുല. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഡിവിഷൻ ഫോർമുല എന്ന് പറയുന്നത്. നമുക്കാദ്യം UPSC തന്ന ആ ഒരു ചോദ്യം ഞാനൊന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം, എന്നിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അല്ല, എന്നിട്ട് ഈ ഒരു ടോപ്പിക് പഠിച്ചതിന് ശേഷം ആ ചോദ്യം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് are there? How many natural numbers are there which gives you a reminder? How many natural numbers are there which gives you a reminder 31 when 1186 is divided by those natural numbers? How many natural numbers are there which gives you a reminder 31 when 1186 is divided by those natural numbers? Okay. അപ്പോൾ അതായത് 1186നെ ഈ പറയുന്ന പോലെ ഏതൊക്കെയോ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 31 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും ആ നമ്പേഴ്സ്, സോറി ഏതൊക്കെയായിരിക്കും എന്നല്ല, എത്ര നമ്പേഴ്സ് ഉണ്ടാകും? അതായത് 1186നെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിമൈൻഡർ 31 കിട്ടണം. അപ്പോൾ അങ്ങനെ 31 കിട്ടുന്ന എത്ര പോസിബിൾ നമ്പേഴ്സ് ആണ്, ഈ എക്സിന്റെ സ്ഥാനത്ത് എത്ര പോസിബിൾ നമ്പേഴ്സ് വരും എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ തന്നെ പല വകഭേദം ക്വസ്റ്റ്യൻസ് പിന്നീടുള്ള പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് 2025
അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതും ഈ ഡിവിഷൻ ഫോർമുല എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ, ഇതിന്റെ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായാൽ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിന് ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഡിവിഷൻ ഫോർമുല. എന്താണ് ഡിവിഷൻ ഫോർമുല എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ്, പക്ഷെ എന്നിരുന്നാലും ഒന്നും കൂടെ ഒന്ന് ചർച്ച ചെയ്യാം. സോ ഡിവിഷൻ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടേ, ഈ 25 എന്ന് പറയുന്ന ആളെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. 7 3 times it is 21 ആൻഡ് റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ 4 വരുന്നുണ്ട് അല്ലെ? റിമൈൻഡർ ഇറ്റ് ബിക്കംസ് 4. അപ്പോൾ ഇവിടെ ഈ 25നെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ 25നെ നമ്മൾ വിളിക്കുന്നത് ഡിവിഡൻഡ് എന്നാണ്. എന്താണ്? ഡിവിഡൻഡ്. ഓക്കെ, ഈ 7നെ വിളിക്കുന്നത് ഡിവൈസർ എന്നാണ്. ഡിവൈസർ, അതായത് ആര് വെച്ചിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അയാളെ നമ്മൾ ഡിവൈസർ. എന്തിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് ഡിവിഡൻഡ്. നോർമലി ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവൈസറിനേക്കാളും എന്തായിരിക്കും? നോർമലി ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവൈസറിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിവൈസർ എന്ന് പറയുന്നത് വേണ്ടേ, ഈ 7 ഡിവൈസർ. ഈ 3യെ നമ്മൾ വിളിക്കുന്നത് കോഷ്യന്റ്. ഓക്കെ, QOTIENT, കോഷ്യന്റ്. ആൻഡ് 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഇസ് റിമൈൻഡർ. അപ്പൊ ഡിവിഷൻ ഫോമിലേക്ക് മുമ്പ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കും. ഡിവിഡൻഡ് ആരാണ്, ഡിവൈസർ ആരാണ്, കോഷ്യന്റ് ആരാണ്, റിമൈൻഡർ ആരാണ്. എന്നിട്ട് നമുക്ക് ഇവര് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇവര് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു, ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്. കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇതാണ് ആ ഒരു റിലേഷൻഷിപ്പ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിവിഷൻ ഫോർമുല എന്ന് പറയുന്നത്. എന്താണ്? ഡിവിഷൻ ഫോർമുല. അതായത് 25 നമ്മൾ ഈ ഒരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 25 ഇസ് ഈക്വൽ ടു 7 into 3, അതായത് ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ആയ 4. ഇവൻച്വലി യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 25 അല്ലെ? 25 കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഡിവിഷൻ ഫോർമുല. ഓക്കെ, അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇത്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ റിമൈൻഡർ എന്ന് പറയുന്ന ആള് എന്താണ്? റിമൈൻഡർ എന്ന് പറയുന്ന ആള് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഈ റിമൈൻഡർ എന്ന് പറയുന്ന ആള് എപ്പോഴും ഡിവൈസറിനേക്കാളും എന്തായിരിക്കും? ഡിവൈസറിനേക്കാളും ചെറുതായിരിക്കണം. ഒരിക്കലും ഡിവൈസറിനേക്കാളും വലുതാകാൻ പാടില്ല. ഒരിക്കലും വരൂല. അത് ശരിക്കും ഒരു ഇൻവാലിഡ് ആണ്. അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് ഡിവൈസറിനേക്കാളും വലുത് വരുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഇൻവാലിഡ്. ഓക്കെ, അതായത് എവറി ടൈം റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഡിവൈസർ. ഡിവൈസറിനേക്കാളും വളരെ വളരെ ചെറുതായിരിക്കണം റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുന്നത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇനി ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഒരു വ്യക്തത കിട്ടും. ആ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. വേണ്ടേ? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ചോദ്യം ഒന്ന് എഴുതിക്കുക നിങ്ങളെല്ലാം. വെൻ 108 is divided by certain numbers. When 108 is divided by certain numbers, the remainder is 20. Then find those numbers. ഈ ഒരു ചോദ്യം നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. 108നെ ഈ പറയുന്ന പോലെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 108നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടണം? ഈ പറയുന്ന പോലെ കുറച്ച് റിമൈൻഡേഴ്സ്, അതായത് നമുക്ക് റിമൈൻഡർ 20 കിട്ടും അല്ലെ? അങ്ങനെയാണെങ്കിൽ 108നെ റിമൈൻഡർ 20 ഓക്കെ 108നെ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ കേട്ടോ, റിമൈൻഡർ 20 അല്ലേ വരിക. 108നെ എക്സ് എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 20 കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ സ്ഥാനത്ത് ഏതൊക്കെ നമ്പേഴ്സ് വരാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം.
നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സിന്റെ സ്ഥാനത്ത് വരാൻ പറ്റിയ നമ്പേഴ്സ് എന്ന് പറയുന്നത് 20-നേക്കാളും വലുതാണ്. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. എക്സിന്റെ സ്ഥാനത്ത് വരാൻ പറ്റിയ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 20. 20-നേക്കാളും വലുതായിരിക്കണം. ബിക്കോസ് നമുക്കറിയാം 108നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് റിമൈൻഡർ 20 കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എക്സ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 20. എക്സ് എന്ന് പറഞ്ഞത് 20-നേക്കാളും വലുതായിരിക്കണം, അല്ലെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് വരാൻ പറ്റിയ നമ്പേഴ്സ് 20-നേക്കാളും വലുതായിരിക്കണം. ഓക്കെ, ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു അവർ ഡിവിഷൻ ഫോർമുല, ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ആണ്. നമുക്കറിയാം, ഒരു തർക്കമില്ല. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 108. ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ് ഇറ്റ് ബി എക്സ് ഇൻറ്റു കോഷ്യന്റ് എത്രയാണ്? കോഷ്യന്റ് നമുക്കറിയില്ല, ലെറ്റ് ഇറ്റ് ബി Q1. Q1 എന്ന് കൊടുക്കാം അല്ലേ? കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ 20. 108 is equal to x into Q1 plus 20. ഇവിടം വരെ എല്ലാവർക്കും ഓക്കെ ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടെത്തുകയാണ് അല്ലെ? എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ 20നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന 20നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരികയാണ്. അതായത് 108 മൈനസ് 20 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു Q1. 108 മൈനസ് 20 എന്ന് പറയുമ്പോൾ എന്ത് വരും? 88 വരും. 88 ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു Q1 എന്ന് വരും. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. 108 എന്ന് പറയുന്നത് എന്താണ്? ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ആണ്. സോ അവർ എയിം ഇസ് ടു ഫൈൻഡ് ഹൗ മെനി വാല്യൂസ് ആർ ദെയർ ഫോർ എക്സ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 20. അല്ലെ, 20-നേക്കാളും കൂടുതലായിട്ടുള്ള എത്ര വാല്യൂസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് 108 is equal to x into Q1 plus 20. എന്നിട്ട് ഞാൻ ഈ 20നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഐ റോട്ട് ഇറ്റ് ലൈക്ക് 108 minus 20 it becomes 88. 88 is equal to what? x into Q1. അതായത് ഈ x എന്ന് പറയുന്ന ആള് നോക്കിക്കേ, ഈ എക്സിന്റെ സ്ഥാനത്ത് വരാൻ പറ്റിയ ആളെന്ന് പറയുന്നത് എന്താണ്? 88ന്റെ ഫാക്ടേഴ്സ് അല്ലേ? 88ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണോ അതാണ് ഈ എക്സ്. ആൻഡ് ദാറ്റ് ഫാക്ടർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വാട്ട്? ഗ്രേറ്റർ ദാൻ 20. അതായത് 88ന് എന്തൊക്കെയോ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിൽ 20-നേക്കാൾ കൂടുതൽ എത്ര പേരുണ്ടോ അവരാണ് ഉത്തരം. ഓക്കെ, ആ നമ്പേഴ്സ് ഇത്രയുമാണ് ഈ പറയുന്ന എക്സിന്റെ സ്ഥാനത്ത് വരാൻ പറ്റിയ നമ്പേഴ്സ്. വളരെ വളരെ ഈസി കൺസെപ്റ്റ് ആണ് അല്ലേ? അതായത് ഡിവിഷൻ ഫോർമുല എഴുതിയിട്ട് നമ്മുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ എക്സിന്റെ സ്ഥാനത്ത് വരേണ്ട വാല്യൂസ് കണ്ടെത്തണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്തു? ഡിവിഷൻ ഫോർമുല എഴുതി, എന്നിട്ട് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് വന്നു. 88 അല്ലെ, 20നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി. സോ 88 is equal to x into Q1. സോ വി നീഡ് ടു ഫൈൻഡ് ദി വാല്യൂ ഫോർ എക്സ്. അപ്പോൾ ഈ എക്സിന് വരാൻ പറ്റിയ പോസിബിൾ വാല്യൂസ് എന്താണ്? എക്സിന് വരാൻ പറ്റിയ പോസിബിൾ വാല്യൂസ് നമുക്ക് മനസ്സിലായി. 88 എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു Q1 ആണ്. സോ എക്സും Q1 അല്ലെ, എക്സ് ഇൻറ്റു Q1, അതായത് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ ഈ എയും ബിയും ആരുടെ ഫാക്ടേഴ്സ് ആണ്? സിയുടെ ഫാക്ടേഴ്സ് ആണ്. 3 into 2 it is 6. അപ്പോൾ 6ന്റെ 2 ഫാക്ടേഴ്സ് ആണ് ആര് വരുന്നത്? 3ഉം 2ഉം അല്ലെ? ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് നമുക്ക് LCM HCF വരുമ്പോൾ കുറച്ചും കൂടെ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 3, 2 എന്ന് പറയുന്നത് 6ന്റെ ഫാക്ടേഴ്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് 3 into 2 is equal to 6 എന്ന് പറയുമ്പോൾ 3ഉം 2ഉം 6ന്റെ ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ് 6 എന്ന് പറയുന്നത്. അതായത് 3യുടെ മൾട്ടിപ്പിൾ, 3ന്റെ കൂടെ ഏതോ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്. 3ന്റെ കൂടെ നമ്മൾ 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. അതായത് 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 15. അതുപോലെ തന്നെ 15ന്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 15ന്റെ 2 ഫാക്ടേഴ്സ് ആണ്, അതായത് 3ഉം 5ഉം. ഒരു നമ്പറിന്റെ ഫാക്ടർ 15ന്റെ ഫാക്ടർ ആണ് ഈ പറയുന്ന പോലെ 3ഉം 5ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് 0 കിട്ടും, 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് 0 കിട്ടും. ചുരുക്കം പറഞ്ഞാൽ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ എക്സിന്റെ ഫാക്ടർ ഈ പറയുന്ന പോലെ എ ആണെങ്കിൽ when you are dividing that x with a then you will get the remainder as 0. റിമൈൻഡർ എപ്പോഴും 0 ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ പറയാം, ഒരു നമ്പറിന്റെ ഫാക്ടർ മറ്റൊരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യത്തെ നമ്പർ ഈസ് ഈസിലി ഡിവിസിബിൾ ബൈ മറ്റൊരു നമ്പർ. ഓക്കെ, എക്സിന്റെ ഫാക്ടർ ആണ് എ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈസിലി ഡിവിസിബിൾ ബൈ എ. ഇതാണ് ഫാക്ടേഴ്സിന്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ 88 is equal to x into Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 88ന്റെ 2 ഫാക്ടേഴ്സ് ആണ്, ഒന്ന് എക്സും ഒന്ന് Q1ഉം. അപ്പോൾ ഈ എക്സിന്റെ സ്ഥാനത്ത് വരാൻ പറ്റിയ ആൾക്കാർ ആരാണ്? ഈ 88ന്റെ ഫാക്ടേഴ്സ് എല്ലാം എക്സിന്റെ സ്ഥാനത്ത് വരാം. പക്ഷെ
ഒറ്റ കാര്യമുണ്ട്, നമ്മളിവിടെ കണ്ടെത്തേണ്ട ഈ എക്സിന്റെ വാല്യൂ ആണ്. ദാറ്റ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 20. അപ്പോൾ എക്സിന് ഈ പറയുന്ന പോലെ 88 ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ 20നേക്കാളും വലിയ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ എണ്ണേണ്ടത്. അപ്പൊ നമുക്ക് 88ന്റെ ഫാക്ടേഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കാം. അതിന് ഈ പറയുന്ന പോലെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അപ്പോ നമുക്കതൊന്ന് 88ന്റെ ഫാക്ടേഴ്സ് എങ്ങനെയാ കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം. അതിന് നമ്മൾ നോക്കിക്കേ, ആദ്യം 1 × 88 is equal to 88 അല്ലേ. ഇനി 2 × 44, രണ്ടിന്റെ ടേബിളിൽ വരുന്ന ഒരാളാണ് 88. 2 എന്ന് പറയുന്നത് 88ന്റെ ഒരു ഫാക്ടർ ആണ്. സോ 2നെ 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 88 വരും. ഇനി 3ന്റെ ടേബിളിൽ വരുമോ ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു കേസിൽ സംശയം തോന്നുക, 3നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 88 വരുന്നത്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ഒറ്റ കാര്യം ചെയ്യാം, അതായത് 88നെ നമുക്ക് എന്ത് ചെയ്യാം, ഫാക്ടറൈസ് ചെയ്ത് നോക്കാം, അതായത് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. നോക്കിക്കേ, 88നെ ഞാൻ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. 2 4 ടൈംസ് അല്ലെ, 244 ടൈംസ് ഇറ്റ് ഈസ് 88. ഈ 44നെ നമുക്ക് അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലെ. 222 ടൈംസ് അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, 211 ടൈംസ്. അപ്പൊ നിങ്ങൾ എൻഡ് ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു പ്രൈം നമ്പർ കിട്ടുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ എൻഡ് ചെയ്യണം. ഓക്കെ, സോ വെൻ യു ആർ പ്രൈം ഫാക്ടറൈസിങ്, ഇങ്ങനെ ലോങ് പ്രോസസ്, ലോങ് ഡിവിഷൻ മെത്തേഡിൽ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ, പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് അറ്റ് ലാസ്റ്റ് യു നീഡ് ടു ഗെറ്റ് എ പ്രൈം നമ്പർ. ഉദാഹരണത്തിന് 24 വേണ്ടേ, ആദ്യം 2 വെച്ചിട്ട് 2 12 ടൈംസ് ഇറ്റ് ഇസ് 24. അഗെയിൻ 12 യു ക്യാൻ ഡിവൈഡ് ഇറ്റ് വിത്ത് 2. 2 6 ടൈംസ് ഇറ്റ് ഇസ് 12. 6 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. അഗെയിൻ യു ക്യാൻ ഡിവൈഡ് ഇറ്റ് വിത്ത് 2. 2 3 ടൈംസ്. സോ 3 എന്ന് പറഞ്ഞത് ഒരു പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പറിൽ നമ്മൾ എൻഡ് ചെയ്തു. സോ വെൻ യു ആർ പ്രൈം ഫാക്ടറൈസിങ് ഇറ്റ്, യു ഷുഡ് ഡു ദാറ്റ് സ്റ്റെപ്പ് അൺടിൽ യു ഗെറ്റ് എ പ്രൈം നമ്പർ. അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 88ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ പ്രൈം നമ്പർ, നമുക്കിപ്പോ അടുത്ത 3യുടെ കാര്യം നമുക്കൊരു സംശയമുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് 3 എന്ന് പറയുന്ന ഒരാൾ ഇവിടെ നിന്നും വരുന്നില്ല. അപ്പോൾ 3ന്റെ ടേബിളിൽ ഇല്ലെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. പക്ഷെ ഇനി 4ന്റെ ടേബിളിൽ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ 2 × 2 4 വരുന്നുണ്ട് അല്ലെ. ഈ 2 × 2 ഇവിടെ 2 2 വരുന്നുണ്ട്. സോ 2 × 2 ഇറ്റ് ഇസ് 4. അപ്പൊ നമുക്കറിയാം 4 × 22 ആണ് 88. ഓക്കെ, ഇനി 5ന്റെ ടേബിളിൽ വരുന്നുണ്ടോ? ഏതെങ്കിലും കോമ്പിനേഷനിൽ നമുക്ക് 5 കിട്ടുമോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ? ഇല്ല. 5 ഒറ്റയ്ക്കുണ്ടോ ഇതില്? ഇല്ല. അപ്പോ 5 എന്ന് പറയുന്ന ഒരാൾ വരുന്നില്ല. ഇനി 6 വരുമോ? ഇല്ല, 6ഉം വരാൻ സാധ്യതയില്ല. കാരണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 2 × 3 ആണ് 6. ഇവിടെ ഒരു 2ഓ 3ഓ ഒന്നും ഇവിടെ നിന്നും വരുന്നില്ല. സോ 6ഉം വരുന്നില്ല. റൈറ്റ്. നൗ 7 വരുമോ? 7 ഇല്ല. 8 വരുമോ? തീർച്ചയായിട്ടും 8 വരും. ദാറ്റ് ഇസ് 2 × 2 × 2. കണ്ടോ, ഇവര് 3 പേരും കൂടെ 8 ആകും. സോ 8 × 11. 8 × 11 is equal to what? 88 അല്ലേ. പിന്നെ 9ന്റെ ടേബിളിൽ വരുമോ? ഇല്ല. 10ന്റെ ടേബിളിൽ വരുമോ? ഇല്ല. 11ന്റെ ടേബിളിൽ വരുമോ? തീർച്ചയായിട്ടും വരും. 11 × 8 it is 88. പക്ഷെ നോക്കിക്കേ, നിങ്ങൾ ഓൾറെഡി 8 × 11 എഴുതിയിട്ടുണ്ട്, റൈറ്റ്. അപ്പൊ 8 × 11 എഴുതിയ സ്ഥിതിക്ക് നിങ്ങൾ ഇനി 11 × 8 ഒന്നും കൂടെ എഴുതേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് അവർ ലാസ്റ്റ് സ്റ്റെപ്പ്. സോ വി ഐഡന്റിഫൈ ദാറ്റ് 88ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1 2 4 8 11 22 44 88. കണ്ടോ, ഇത്രയും പേരാണ് 88ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ 20ൽ കൂടുതൽ അല്ലെ, അവർ ഫാക്ടേഴ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 20. 20നേക്കാളും കൂടുതലായിരിക്കണം. അപ്പൊ 20 കൂടുതൽ വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക. അവരെ 3 വരെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി അവർ ആൻസർ. അതാണ് നമ്മുടെ ആൻസർ. സോ 22 44 88 ആർ ദി പോസിബിൾ വാല്യൂസ് ഫോർ എക്സ്. ഓക്കെ, ഇതാണ് എക്സിന് വരാൻ പറ്റിയ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത് കേട്ടോ. ഈ പറയുന്ന പോലെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഒരുപക്ഷെ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന പോലെ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് നമുക്ക് ഫാക്ടേഴ്സ് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ 88 എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ. 8ന്റെ ടേബിളിൽ വരുന്ന ഒരാളാണ്, 4ന്റെ ടേബിളിൽ വരുന്ന ഒരാളാണോ 88 എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളിവിടെ നോക്കിയപ്പോൾ 2 × 2 ഇറ്റ് ഇസ് 4 അല്ലേ. അതായത് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. സോ 2 × 2 4 വരുന്നത് നമ്മൾ മനസ്സിലായി. സോ 4 × ബാക്കി വാല്യൂ, ബാക്കി ആരാ വരുന്നത്? 2 × 11 ദാറ്റ് ഇസ് 22. സോ 4 × 22 becomes 88. പിന്നെ 5ന്റെ ടേബിളിൽ വരുന്നില്ല. കാരണം എന്താ?
2 2 2 11. അതിനകത്ത് 5 ഇല്ല. 6ന്റെ ടേബിളിൽ വരത്തില്ല. എന്തുകൊണ്ടാ? ഇതിനകത്ത് ഒരു 3യും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഇവിടെ ഒരു 3യും കൂടെ ഉണ്ടെന്ന് വെച്ചാൽ സോ 2 × 3 6 എന്ന് നമുക്ക് പറയാം. പക്ഷെ 6 വരുന്നുണ്ടോ? ഇല്ല, 6 വരുന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് കാര്യങ്ങൾ പിടികിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ ഇസ് 22, 44 ആൻഡ് 88. ഒരു സിമ്പിൾ ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്തൊരു ചോദ്യം നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തേ. When 27 is divided by certain numbers, the remainder will be always 5. Find all possible numbers. വളരെ സിമ്പിൾ ചോദ്യമാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഏതൊക്കെയാണ് പോസിബിൾ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 11, 23. ഓപ്ഷൻ ബി 23, 11. 23, 24. ഓപ്ഷൻ സി 11, 22. ഓപ്ഷൻ ഡി none of the above. So 27 is divided by certain number, you will get remainder 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And find the all possible numbers. 11, 22. Okay. SLL, Shalu, 11, 22. Okay. Nice. 11, 22. Yes, correct. 11, 22. Yes. Sri Lakshmi, correct. 11, 22. So here 27 എന്ന് പറയുന്ന ആളെ അല്ലെ ഏതോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 5 കിട്ടും. സോ ലെറ്റ് ഇറ്റ് ബി 1. ഒരു കോഷ്യന്റിലൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത്. സോ 27 is equal to ഡിവിഡൻഡ് is equal to ഡിവൈസർ into quotient plus റിമൈൻഡർ. റിമൈൻഡർ എത്രയാണ്? 5. So 27 minus 5 is equal to x into q. So 27 minus 5 എത്ര വരും? 22 is equal to x into q. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് വരാൻ പറ്റിയ വാല്യൂസ് എന്ന് പറയുന്നത് 22ന്റെ ഫാക്ടേഴ്സ് ആണ്. ആൻഡ് that factors should be greater than 5. 5നേക്കാളും വലിയ ഫാക്ടേഴ്സ് ആണ് വരേണ്ടത്. റൈറ്റ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ 22ന്റെ ഫാക്ടേഴ്സ് ആദ്യം കണ്ടെത്തണം. 22ന്റെ ഫാക്ടേഴ്സ് 1 into 22 is equal to 22. 2 into അല്ലെ 2 into എത്ര വരും? 2 into 11. നിങ്ങൾക്ക് അങ്ങനെ ഫാക്ടേഴ്സ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 2 11 ടൈംസ്. കണ്ടോ, വളരെ സിമ്പിൾ ആണ്. 2 into 11 it is 22. അപ്പോൾ ഈ രണ്ട് പ്രൈം നമ്പേഴ്സേ ഉള്ളൂ. സോ 2 into 11 it is 22. ഇനി വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. ഇനി പറ്റുന്നത് 11 into 2 ആണ് അല്ലെ. 2, 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല. പിന്നെ വരുന്നത് 11 ആണ്. പക്ഷെ ഓൾറെഡി 2 into 11 നമ്മൾ എഴുതി കഴിഞ്ഞു. സോ വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ. ആൻഡ് നമുക്ക് മനസ്സിലായി ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1, 2, 11, 22. ആൻഡ് ദി ഫാക്ടേഴ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ 5നേക്കാളും കൂടുതലുള്ള എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 2 ഫാക്ടേഴ്സ് ഉണ്ട്, വിച്ച് ഇസ് 11 and 22 അല്ലെ. വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ. ഓക്കെ, ഈ ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് UPSC 2023 ആ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, സീ ദി ക്വസ്റ്റ്യൻ. How many natural numbers are there which gives you a remainder 31 when 1186 is divided by those natural numbers? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്ന ഒരു ചോദ്യമായത്. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് ചെയ്തെത്താൻ പറ്റും. ബട്ട് ദെർ ആർ സർട്ടൺ കാൽക്കുലേഷൻസ്, അതായത് വലിയ വലിയ കാൽക്കുലേഷൻസ് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 1186 അല്ലെ. 1186 എന്ന് പറഞ്ഞ വലിയൊരു നമ്പർ. അപ്പോൾ അക്കോർഡിംഗ് ടു അവർ ഡിവിഷൻ ഫോർമുല, നമ്മുടെ ഡിവിഷൻ ഫോർമുല എഴുതുന്ന സമയത്ത് നമുക്കറിയാം ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്നുള്ളത് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഇവരെ എഴുതുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഇതേണ്ടേ. നോക്കിക്കേ, ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് 1186 is equal to divisor, that is x, let it be a quotient, q1 ആയിക്കോട്ടെ quotient. So x into
Q1 plus 31. അപ്പോൾ 1186 മൈനസ് 31 is equal to what? X into Q എന്ന് എഴുതും അല്ലെ. 1186 മൈനസ് 31 എന്ന് പറയുമ്പോൾ 1155 is equal to X into Q. So we need to find all the factors of 1155. 1155ന്റെ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കണ്ടെത്തണം. ആൻഡ് ദാറ്റ് ഫാക്ടേഴ്സ് ഷുഡ് ആൻഡ് വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദി ഫാക്ടേഴ്സ് അല്ലെ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് റിമൈൻഡറിനേക്കാളും 31 കൂടുതലായിരിക്കണം. സോ വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദി ഫാക്ടേഴ്സ് വി നീഡ് ടു കൗണ്ട് ഓൾ ദോസ് ഫാക്ടേഴ്സ് വിച്ച് ആർ ഗ്രേറ്റർ ദാൻ 31. 31 വലിയ ഫാക്ടേഴ്സ് നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോൾ അത്രയും വലിയ ഒരു അതായത് നമ്മൾ നേരത്തെ ചെയ്തതാ അല്ലെ, ഫാക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചത് നമ്മളിത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു, ഇത്രയും സ്റ്റെപ്സ് നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് ഫാക്ടേഴ്സ് അതായത് എക്സാക്ട് ആൻസർ കണ്ടെത്താൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. അതാണ് ഒരു സ്മാർട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരാം. അതായത് നമുക്കറിയാം 186 is equal to x into q1 plus 31. അതായത് ഡിവിഡൻഡ് is equal to divisor into quotient plus remainder. 1186 minus 31 is equal to x into അങ്ങനെ 1155 കിട്ടി. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ഈ 1155ന്റെ ഫാക്ടേഴ്സ് ആണ്. അതായത് 1 into 1155 is equal to 1155, പിന്നെ 2 into 3 into അങ്ങനെയൊക്കെ നമ്മൾ നോക്കണം. പക്ഷേ നമ്മൾക്കാദ്യം ഈ പറയുന്ന 1155 എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സപ്പോസ് 1255 ഒരു 21 ഫാക്ടേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ. ഈ 21 ഫാക്ടേഴ്സിൽ എത്ര എണ്ണമാണ് 31 കൂടുതൽ ഉള്ളതെന്ന് കണ്ടുപിടിച്ചാൽ പോരെ അല്ലെ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സിൽ എത്ര എണ്ണമാണ് 31 കൂടുതൽ, 31 കൂടുതൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദി ആൻസർ, റൈറ്റ്? വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. സോ ലെറ്റ് us ചെക്ക് ഹൗ ടു ഫൈൻഡ്. ഈ പറയുന്ന പോലെ 1155 മൊത്തം എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം കണ്ടെത്താം. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സിമ്പിൾ മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ബൈ യൂസിങ് ദി പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് അത് കണ്ടെത്താൻ പറ്റും. 1155 ഞാൻ ഓക്കെ അത് 1155. So it is divisible by 11. So 11 105 times അല്ലേ. 11 1 times it is 11, 0 എഴുതി, and 55 11 5 times it is 55. Again 105 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരും. 5 2 times it is 10, 5 1 times it is 5, and then comes 7 3 times it is 21. അപ്പോൾ 1155 എന്ന് പറയുന്നത് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 11 into 5 into 7 into 3 which is equal to what? 1155. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, മൊത്തവും എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 4 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഈ പ്രൈം നമ്പേഴ്സിന്റെ പവർ നിങ്ങൾ നോക്കുക. പവർ നോക്കുന്ന സമയത്ത് 11ന്റെ പവർ എന്താണ്? 1. 5ന്റെ പവർ എന്താണ്? 1. 7ന്റെ പവർ എന്താണ്? 1. 3യുടെ പവർ എന്താണ്? 1. ഒരു പക്ഷെ ഞാൻ ഈ പവർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നു കാണും. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ പറയുന്ന പോലെ 24 എന്ന് പറയുന്ന നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 24 എന്ന് പറയുന്ന നമ്പറിനെ 2 1 times it is 2, 2 2 times it is 4, 2 6 times it is 12, 2 3 times it is 6. അപ്പൊ ഇവിടെ 24നെ ഞാൻ എങ്ങനെ എഴുതുന്നത്? 2 into 2 into 2 into 3. നമുക്കറിയാം 2 into 2 into 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 cube into 3. അപ്പോൾ ഇവിടെ 2 പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആണ് നമ്മൾ 24 എഴുതുന്നത് അല്ലെ. അതായത് ഇവിടെ 2ന്റെ പവർ എന്താ വരുന്നത്? ഇവിടെ 2ന്റെ പവർ 3, ആൻഡ് ഇവിടെ 2ന്റെ പവർ എന്താണ്? 3. ഇവിടെ 3യുടെ പവർ 1 ആണ് വരുന്നത്. പക്ഷെ അതുപോലെയാണ് ഇവിടെ നോക്കിക്കേ. പക്ഷെ ഇവിടെ ഒരു 11 ഉള്ളൂ, ഒരു 5 ഉള്ളൂ, ഒരു 7 ഉള്ളൂ, ഒരു 3 ഉള്ളൂ. സോ എല്ലാത്തിന്റെയും പവർ എന്താണ്? 1 ആണ് വരുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ആ പവർ എല്ലാം താഴേക്ക് എടുത്തെഴുതുക. അതായത് 1 1 1 1, എന്നിട്ട് ഈ പവറിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. അതിപ്പോ ഏത് പവർ ആയിക്കോട്ടെ അതിന്റെ കൂടെ നിങ്ങൾ 1 ആഡ് ചെയ്യുക. 1 എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എന്നിട്ട് ഇപ്പൊ എന്ത് കിട്ടി? 2 2 2 2. എന്നിട്ട് ഇവരെല്ലാരും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 16 കിട്ടും. സോ 16 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടും. 16 നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? 16. അതായത് 1155 16 ഫാക്ടേഴ്സ് ഉണ്ട്. 1155 എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 16 ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ 24ന്റെ ജസ്റ്റ് ഒന്ന് നോക്കാം എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. 24 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ എന്താണ്? 3.
3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ എന്താണ് 1. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് 1 ആഡ് ചെയ്യണം രണ്ടിന്റെ കൂടെ. സോ 3 + 1 ഇറ്റ് ബിക്കംസ് 4, 1 + 1 ഇറ്റ് ബിക്കംസ് 2. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 4 2 times it is 6. സോ 24ന് മൊത്തം എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 6 ഫാക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 1155-ന് മൊത്തം 16 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇനി ഈ 16 ഫാക്ടേഴ്സിൽ എത്ര എണ്ണമാണ് ഈ പറയുന്ന 31-നേക്കാളും കൂടുതൽ വരുന്നേ നോക്കിയാൽ മതി. നമുക്ക് ഇനി ആ ഫാക്ടേഴ്സ് ഒന്ന് എഴുതി നോക്കാം. വേണ്ടേ, നോക്കിക്കേ. 1 × 1155 = 1155. ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾ നോക്കിക്കേ, 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 1155 വരുമോ? ഇല്ല, ഓൾറെഡി അതൊരു ഓഡ് നമ്പറാണ് 1155 എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും 2ന്റെ ടേബിളിൽ വരത്തില്ല. 3ന്റെ ടേബിളിൽ വരുമോ? തീർച്ചയായിട്ടും വരും. നോക്കിക്കേ, ഫാക്ടറൈസ് ചെയ്തപ്പോൾ ഇവിടെ 3 കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ തീർച്ചയായിട്ടും 3 × ഇനി എത്രയോ ചെയ്യുമ്പോഴാണ് അല്ലെ, നമ്മൾ ഇനി ഈ വാല്യൂ ഒന്നും കണ്ടെത്തേണ്ട കാര്യമില്ല. 3നെ നമ്മൾ എന്തോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1155 കിട്ടും. നമ്മളുടെ അടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൗ മെനി അല്ലെ. നോക്കിക്കേ, ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ്, അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തണ്ട. എത്ര എണ്ണം, അതായത് മൊത്തം 16 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ എത്ര ഫാക്ടേഴ്സ് ആണ് 31-ൽ കൂടുതൽ ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിൽ ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണ്ട. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന എക്സാക്ട് നമ്പർ കണ്ടെത്തുന്നത് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ നെസസറി, റൈറ്റ്? സോ 3നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി 1155 കിട്ടും, ഇല്ലേ? അത് കഴിഞ്ഞ് 4 വരുമോ? ഇല്ല, 4 വരാൻ ഒരു സാധ്യതയില്ല. നോക്കിക്കേ, 11 5 7 3 4 വരുന്നില്ല. അപ്പൊ 4ന്റെ ടേബിളിൽ വരത്തില്ല. 5ന്റെ ടേബിളിൽ വരുമോ? തീർച്ചയായിട്ടും വരും. എന്റെ ഇവിടെ 5 ഉണ്ട്. സോ 5 × ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് 1255 ഉണ്ട്. 6ന്റെ ടേബിളിൽ വരുമോ? 6ന്റെ കോമ്പിനേഷൻ കിട്ടുന്നതുണ്ടോ? ഇല്ല. അത് ഒരു 2ഉം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 6 എന്ന് എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ 2 ഇല്ല, അല്ലേ? അപ്പോൾ 6ന്റെ ടേബിളിൽ വരത്തില്ല. 7ന്റെ ടേബിളിൽ വരുമോ? തീർച്ചയായിട്ടും വരും. 7 ഉണ്ട്. സോ 7 × ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1255 കിട്ടും. 8ന്റെ ടേബിളിൽ വരുമോ? ഇല്ല. 8ന്റെ കോമ്പിനേഷൻ കിട്ടുന്ന ഒരു നമ്പേഴ്സും ഇല്ല. സോ 8ന്റെ ടേബിളിൽ വരില്ല. 9ന്റെ ടേബിളിൽ വരുമോ? 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 അല്ലേ? ഇവിടെ പക്ഷെ ഒരു 3 അല്ലേ ഉള്ളൂ. ഇല്ല, ഒരു 3 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 3 × 3 എന്ന് എഴുതായിരുന്നു. അപ്പൊ 9ന്റെ ടേബിളിൽ വരില്ല. 10ന്റെ ടേബിളിൽ വരത്തില്ല. തീർച്ചയായിട്ടും 11ന്റെ ടേബിളിൽ വരും, അല്ലേ? അതായത് 11ന്റെ കൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1255. ഇനി 12ന്റെ ടേബിളിൽ വരുമോ? ഇല്ല. 13ന്റെ ടേബിളിൽ വരുമോ? ഇല്ല. 14 ഇല്ല. 15ന്റെ ടേബിളിൽ വരുമോ? തീർച്ചയായിട്ടും വരും. വേണ്ട, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. സോ 15 × ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് 1255 കിട്ടും. ഓക്കെ, ഇനി 16ന്റെ ടേബിളിൽ വരുമോ? ഇല്ല. 17 18 19 20 21ന്റെ ടേബിളിൽ വരുമോ? തീർച്ചയായിട്ടും വരും. 7 ഉണ്ട്, 3 ഉണ്ട്. സോ 7 3 times it is 21. സോ 21ന്റെ കൂടെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1155 കിട്ടും. ഇനി 22 23 24 അതൊന്നും വരത്തില്ല. ഇനി അടുത്ത വരുന്ന നമ്പർ 3 × 11 which is 33. 33 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1255 കിട്ടും. ഓക്കെ, അപ്പോൾ 30 ഇവിടം വരെ എത്തിക്കഴിഞ്ഞു. അതായത് 33 കഴിഞ്ഞിട്ട് പിന്നെ ഇനി അങ്ങോട്ട് റെപ്പറ്റീഷനാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട, നോക്കിക്കേ, ഫാക്ടേഴ്സ് എണ്ണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പരിപാടി തീർന്നു എന്നുള്ളത്. നമുക്ക് ഓൾറെഡി നമുക്കറിയാം എത്ര ഫാക്ടേഴ്സ് ഉണ്ട്. 16 ഫാക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. വേണ്ട, ഫാക്ടേഴ്സ് ഒന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. 16 ഫാക്ടേഴ്സ് ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പോൾ 16 ഫാക്ടേഴ്സിൽ എത്ര എണ്ണമാണ് ഈ പറയുന്ന പോലെ നമുക്ക് വേണ്ടുന്നത്? അതായത് 30-ന് മുകളിൽ, 31-ന് മുകളിലുള്ളത്, അല്ലെ? 31-ന് മുകളിലുള്ളത്. അതായത് 21 കഴിഞ്ഞ് അടുത്തത് 33 ആണ്. സോ 31-ന് തൊട്ട് മുകളിലുള്ളത് 33 ആണ്. സോ 33 തൊട്ട് വേണ്ട ഇങ്ങോട്ടുള്ളത്, അതായത് വേണ്ട ഈ ഫാക്ടേഴ്സ്, അല്ലെ? ഫസ്റ്റ് 33, വേണ്ട ഇവിടെ 33 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, 7 8 9. കണ്ടോ, മൊത്തം 9 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് വളരെ ലെങ്തി പ്രോബ്ലം തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടെത്താൻ പറ്റും. സോ നമ്പർ ഓഫ് ഫാക്ടേഴ്സും അതുപോലെ തന്നെ വേണ്ട 1155-ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ.
ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദി ആൻസർ. 9 ഫാക്ടേഴ്സ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ആൻഡ് ഈ ഒരു ഡിവിഷൻ ഫോർമുലയും നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. ശരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. അത് ഒന്ന് ഡിവിഷൻ ഫോർമുല എന്താന്ന് പഠിച്ചു, പിന്നെ പ്രൈം ഫാക്ടറൈസേഷൻ പഠിച്ചു അല്ലെ, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് കണ്ടെത്തുന്നത് പഠിച്ചു, പിന്നെ എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് പ്രൈം ഫാക്ടറൈസേഷനിൽ നിന്ന് എന്നും നമ്മൾ മനസ്സിലാക്കി. സോ ഈ 4 കാര്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് UPSC ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വളരെയധികം യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഡിവിസിബിലിറ്റി കണ്ടീഷൻസ് ആണ്. ഓക്കെ, ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എഗെയിൻ ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് 2 തൊട്ട് ഈ പറയുന്ന പോലെ ഒരു 12 വരെയുള്ള നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻസ് നിങ്ങൾ പഠിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഓക്കെ ആണല്ലോ അല്ലേ? ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? കുഴപ്പമില്ലല്ലോ, 9 o'clock വരെ പോവാമല്ലോ എനിക്കല്ലേ? എക്സോസ്റ്റഡ് ആയോ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് മേ ബി ഒരുപാട് കൺസെപ്റ്റ്സ് ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ? ഫൈൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഡിവിഷൻ ഫോർമുല. അപ്പോൾ ഡിവിഷൻ ഫോർമുല അല്ല, ഡിവിസിബിലിറ്റി കണ്ടീഷൻ. അപ്പോൾ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ വളരെയധികം ഗുണം ചെയ്യും. റെക്കോർഡഡ് ക്ലാസ്സസ് അത് എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണേ. അതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിവില്ല. അത് നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്പർ ഉണ്ടാവുമല്ലോ, ഒഫീഷ്യൽ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, ഓക്കെ. ഓക്കെ ഡിയേഴ്സ്, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഡിവിസിബിലിറ്റി കണ്ടീഷൻസ്. അപ്പോൾ ഈ ഡിവിസിബിലിറ്റി കണ്ടീഷന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ആൻസർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇതിപ്പോ 2025 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതില് ചില ചോദ്യങ്ങളൊക്കെ അത് നമ്മളിത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ഡിവിസിബിലിറ്റി കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അത് ആദ്യം ആ ഡിവിസിബിലിറ്റി കണ്ടീഷൻസ് ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഫ്ലോയിൽ പഠിച്ചു പോവുകയാണ്, അപ്പോൾ അതിൽ ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ചെക്ക് ദി ഡിവിസിബിലിറ്റി കണ്ടീഷൻസ്. അപ്പോൾ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നമ്പർ റാൻഡം ആയിട്ട് തന്നിരിക്കുക. ഒരു നമ്പർ റാൻഡം ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പർ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, ഇത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, ഇത് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്, 7 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ റാൻഡം ആയിട്ട് മനസ്സിലാക്കും. അതന്നെയാണ് നമ്മൾ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ പറയുന്ന പോലെ 2ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അത് വലിയ പാടില്ല. അതായത് എല്ലാ ഈവൻ നമ്പേഴ്സും വാട്ട് എവർ നമ്പർ വിച്ച് ഇസ് എൻഡിങ് വിത്ത് ആൻ ഈവൻ നമ്പർ, ഒരു നമ്പർ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, ആ നമ്പറിന്റെ എൻഡ് ഒരു ഈവൻ നമ്പറിലാണ് തീരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ 2. ആ നമ്പർ എന്ന് പറയുന്നത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇനി മറ്റൊരു നമ്പർ ഈ പറയുന്ന പോലെ ഒരു 2, 5, 6, 8, 9, 0. അപ്പോൾ 0 എന്ന് പറയുന്ന ഒരു നമ്പറിൽ എൻഡ് ചെയ്യുന്നുണ്ട്. സോ 0 അഗെയിൻ ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 2. സോ എനി നമ്പർ എൻഡിങ് വിത്ത് ആൻ ഈവൻ നമ്പർ, ഈ 0 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഈവൻ നമ്പർ ആണ് കേട്ടോ. അതായത് നമ്മൾ നോർമലി ഈവൻ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുന്ന നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണ്. ബട്ട് വെൻ വി ലുക്ക് ഓൺ ടു ദി വോൾ നമ്പേഴ്സ്, അതായത് വോൾ നമ്പേഴ്സ് എടുക്കുന്ന സമയത്ത് ആരെങ്കിലും ചോദിക്കുകയാണ് വോൾ നമ്പേഴ്സിൽ എവിടം തൊട്ടാണ് ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം 2, ഇറ്റ് ഇസ് സ്റ്റാർട്ടിംഗ് ഫ്രം 0. അപ്പൊ 0 എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഈവൻ നമ്പർ, ഒരു പ്യൂർലി ഒരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പറിന്റെ എല്ലാ ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പറാണ് 0. ഓക്കെ, സോ എനി നമ്പർ എൻഡിങ് വിത്ത് ആൻ ഈവൻ നമ്പർ, ദാറ്റ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 2. അതാണ് 2ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് 3ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ, ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. 3ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരു നമ്പർ തന്നിരിക്കുകയാണ് 250 252 തന്നെ ഇരിക്കട്ടെ. ചെക്ക് വെദർ ദിസ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 3. ഈ നമ്പർ 3 ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് വെറുതെ ആഡ് ചെയ്താൽ മതി. അതായത് ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് നോക്കുക. ഇവിടെ 252ന്റെ ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 + 2 7, 7 + 2 9. റിസൾട്ടന്റ് എന്ന് പറയുന്ന നമ്പർ
ഈ പറയുന്ന പോലെ 3 ഡിവിസിബിൾ ആണെങ്കിൽ then we can say that number is divisible by 3. Again, it is very very important. Okay, അപ്പോൾ പക്ഷെ വളരെ ഈസിയും കൂടാണ് 3ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ. ആദ്യം ഡിവിസിബിലിറ്റി കണ്ടീഷൻസ് എല്ലാം പറഞ്ഞുതരാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. ഇനി മറ്റൊന്ന് 4ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ആണ്. 4ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ്, ഉദാഹരണത്തിന് 244, തന്നിരിക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 4. then we can say that if that number is divisible by 4, then we can say that the whole number, ആ മൊത്തം നമ്പർ എന്തായിരിക്കും, ഈ പറയുന്ന പോലെ 4 ഡിവിസിബിൾ ആണെന്നുള്ളത്. സോ 244, സോ ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതാണ്, 44 ആണ്. 44 is divisible by 4, so I can say that 244 is also divisible by 4. 10,324. again 24 എന്ന് പറയുന്നത് 4 divisible ആണ്. so I can say that this 5-digit number is divisible by 4. okay, it's very very important. 4ന്റെ divisibility condition അതാണ്. and what about divisibility condition of 5? any number ending with 5 or 0, 1 0 അല്ലെങ്കിൽ 5ൽ എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പറും 5 divisible ആണ്. very easy, right? 6ന്റെ divisibility condition എന്താണ്? 6ന്റെ divisibility condition എന്ന് പറയുന്നത് a number which is both divisible by 2 and 3. 2, 3 ഡിവിസിബിൾ ആകുന്ന ഏതൊരു നമ്പറും 6 ഡിവിസിബിൾ ആണ്. ഉദാഹരണത്തിന് again I am using the number 250. 252 എന്ന് പറയുന്നത് since that number is ending with an even number, I can say that 252 is a multiple of 2, അല്ലെങ്കിൽ 252 is divisible by 2. and this number, when I add the individual digits, I identified that the sum is 9, so I can say that this 252 is also divisible by 3. അല്ലേ, അതായത് 252 എന്ന് പറയുന്നത് 2 ഡിവിസിബിൾ ആണ്, 3 ഡിവിസിബിൾ ആണ്. hence I can say that 252 is also divisible by 6. 6 ഡിവിസിബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് 6ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ. ആൻഡ് നെക്സ്റ്റ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ. UPSC സ്ഥിരം ചോദിക്കുന്ന ഡിവിസിബിലിറ്റി കണ്ടീഷൻ 7ൻ്റെതാണ്. 7ൻ്റെത് നമുക്ക് മീൻസ് ഇപ്പം 852 ആയി. അത് വളരെ വളരെ കുറേ അധികം സ്റ്റെപ്സ് ഉണ്ട്. നമുക്കത് നാളത്തെ പ്രോഗ്രാമിൽ നമുക്കത് ചർച്ച ചെയ്യാം. നാളത്തെ വർക്ക്ഷോപ്പ് ഇറ്റ് വിൽ വാട്ട് എവർ ദി ടോപ്പിക് ടുമോറോ ഈസ്. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 7ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷനിലായിരിക്കും. ഓക്കെ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നാളെ വർക്ക്ഔട്ട് ചെയ്യാം. ബിക്കോസ് അതാണ് സ്ഥിരം ചോദിക്കുന്നത് 7ൻ്റെ. അതുപോലെ അതായത് ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പർ അല്ലെ. അതായത് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, 2 3 P 4 5 6 7 9 1 2 എന്ന് പറയുന്ന വലിയൊരു നമ്പർ എന്നിട്ട് ഫൈൻഡ് ദി വാല്യൂ ഓഫ് P ഇഫ് ദിസ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 7. ഈ ഒരു വലിയ നമ്പർ 7 ഡിവിസിബിൾ ആണെങ്കിൽ we need to find the value for P. P-ന്റെ വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പോൾ ടൈം ഇല്ല, ഇറ്റ്സ് ഓൾറെഡി 8:52, റൈറ്റ്? ഓക്കെ, സോ 7ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ നമുക്ക് നാളെ ഫുൾ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറേ അധികം വർഷം അവർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് 8ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 3 ഡിജിറ്റ്സ്, അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 8. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദി ടോട്ടൽ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 8. ഓക്കെ, സോ 448. 448. Okay, നോക്കാം. 448 ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 3. 448 8 ഡിവിസിബിൾ ആണോ? 8 5 times it is 40. yes, 8 6 times it is 48. കറക്റ്റ് ആണ്. അപ്പോൾ 448 എന്ന് പറയുന്ന നമ്പർ ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 8. സോ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഒരു തന്നിരിക്കുന്ന നമ്പറിന്റെ ഇഫ് ദ ലാസ്റ്റ് 3 ഡിജിറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 8, ഐ ക്യാൻ സേ ദാറ്റ് ദ ടോട്ടൽ നമ്പർ, ആ മൊത്തത്തിലുള്ള നമ്പർ, that number is also divisible by 8. okay, അതാണ് divisibility condition of 8. and then comes 9. 9ന്റെ കേസ് എന്ന് പറയുന്നത് when you add the individual digits, okay, again I am using the same number 252, 252. when you add the individual digits, നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് 3ന്റെ കേസിൽ the resultant should be divisible by 3, but in case of 9 the resultant should be divisible by 9. so here you will be getting the resultant as 9. So 9 is divisible by 9 itself. So I can say that 252 is also divisible by 9. അപ്പോൾ 3ൻ്റെത് ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടന്റ് 3 കിട്ടണം. ആൻഡ് 9ന്റെ കേസിൽ ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ദ റിസൾട്ടന്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 9. റിസൾട്ടന്റ് 3 കിട്ടണം എന്നല്ല കേട്ടോ, ദ റിസൾട്ടന്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 3.
Okay, 3 in the case, the resultant should be multiple of 3, and 9 in the case, the resultant should be a multiple of 9. Okay. Any other 10 in the case, 10 in the case is very easy, right? Any number ending with 0, it's divisible by 10. And 11th case, 11th case, again, it's a special one. അത് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. 11 അത് കഴിഞ്ഞ് 13 അതെല്ലാം നമുക്ക് നാളത്തേക്ക് നമുക്ക് ഡിസ്കഷൻ മാറ്റിവെക്കാം. ബിക്കോസ് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് ആൻഡ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യുകയും വേണം. അപ്പോൾ 11 നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ദെൻ കംസ് ടു 12. 12 എന്ന് പറയുന്നത് എനി നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 12നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അല്ലെ, വി നോ ദാറ്റ് 4 into 3 is 12, right? 4 into 3 is 12, right? So any number divisible by both 4 and 3, then that number is also divisible by 12. അപ്പോൾ 12നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 6 into 2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ 6 into 2 എന്ന് എഴുതുമ്പോൾ തെറ്റ് വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 6 എന്ന് പറയുന്നത് ഓൾറെഡി 6ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി ദാറ്റ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 2. ഓക്കെ. അപ്പോൾ അത് മീൻസ് 6 into 2നേക്കാളും ബെറ്റർ ചെക്ക് ചെയ്യുന്നത് 4 into 3 ആണ്. ഒരു നമ്പർ 12 ആയിട്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ബെറ്റർ check the number is divisible, whether it is divisible by both 4 and 3. Okay, then it becomes okay. All right. അപ്പോൾ 13ഉം again 13ഉം 7ഉം both are similar. ഏറെക്കുറെ ഒരു സിമിലാരിറ്റി ഉള്ളതാണ്. So that we will be discussing tomorrow. 13ന്റെ divisibility conditionും 7ന്റെ divisibility conditionും we will be discussing tomorrow, right? So നാളെ നമ്മുടെ നമ്പർ സിസ്റ്റത്തിന്റെ കുറച്ച് ടോപ്പിക്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ടുണ്ട്. എല്ലാം കൂടെ കവറപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നാളത്തെ ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ അല്ലെ. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേയധികം ടോപ്പിക്സ് നമ്പർ സിസ്റ്റത്തിന്റെ നാളെയും നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇപ്പോ നമ്മൾ ഡിവിസിബിലിറ്റി കണ്ടീഷൻസ് വരെ പഠിച്ചു, എക്സെപ്റ്റ് 7 ആൻഡ് 11 ദെൻ 13. 7, 11, 13 എന്നീ പറയുന്ന 3 നമ്പേഴ്സിന് നമ്മൾ പഠിച്ചിട്ടില്ല. ഇത് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. ആൻഡ് ബാക്കിയുള്ള ഡിവിസിബിലിറ്റി കണ്ടീഷൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. Okay, dears. So for the time being, let's wind up this session, and it's already 8:56. Thanks for your patience. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ അത്യാവശ്യം യൂസ്ഫുൾ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് ടുമോറോ. ഇപ്പൊ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഓക്കെ. ഓക്കെ, താങ്ക് യു. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, യു വെൽക്കം. താങ്ക് യു. Thank you, dears. Thank you. Thank you.